أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. صدق الله مولانا العلي العظيم. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: ثلاث لا يكلمهم الله يوم القيامة ولا يزكيهم ولا ينظر إليهم ولهم عذاب أليم. ثلاث لا يكلمهم الله يوم القيامة ولا يزكيهم ولا ينظر إليهم ولهم عذاب أليم. صدق رسوله المصطفى الأمين صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا يا أكرم الثقلين يا كنز الورى جدري بجودك أرويني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شددي مشيدي سددي أعوذ بلا
عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لي خمسة نطفي بها غر الوباء الحاتما المصطفى والمرتضى وابناهما والفاطمة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واسمع لنا ما الله يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير ثم على النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനനും ആദരണീയനുമായ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ബഹുമാനനും ആദരണീയനുമായ ശൈഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർക്കദഹു അവറുകളുടെ ഗുരുത്വവും പൊരുത്തവും ഏറ്റുവാങ്ങി തൻ്റെ വൈകല്യം മറന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന ഗോതയിൽ ഒരു പുലിക്കുട്ടിയെപ്പോലെ കേരളത്തിൻ്റെ മണ്ണിൽ അഭിമാനത്തോടെ ഈ സ്ഥാപനവും ഇതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്ന ബഹുമാനനും ആദരണീയമായ കുട്ടിയ സന്താരം ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാഹ് ഇതിൻ്റെ തുടക്കനാൾ മുതൽ തന്നെ ഇതിൻ്റെ വർക്കിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ അൽഹംദുലില്ലാഹ് ഈ വേദിയിലിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ഈ സ്ഥാപനത്തിനോടും സമസ്തയോടും സുന്നത്ത് ജമാഅത്തിനോടും അതിയായ അദമ്യമായ താല്പര്യവും ആഗ്രഹവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ പണ്ഡിതന്മാർ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഖാദിമീങ്ങളായി സേവനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഗുരുവര്യന്മാർ സാദാത്യങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കയ്യിൽ നിന്നും അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന ഗോതയിൽ ഒരു തിളങ്ങുന്ന വെള്ളി നക്ഷത്രമായി മാറും എന്ന ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സനതേറ്റ് വാങ്ങി എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖരെ, വർഷങ്ങളായി യമാനിയുടെ മുറ്റത്ത് പഠിച്ചവരും യമാനിയുടെ അഭിദേകാംക്ഷികളും ഇപ്പോഴും വാട്സപ്പ് കൂട്ടായ്മ പോലെയുള്ള കൂട്ടായ്മയിലൂടെ
യമാനിയ സ്ഥാപനത്തിന് ഒരു പാളിച്ച സംഭവിച്ചു പോകാതിരിക്കാൻ, ഒരു തകർച്ച സംഭവിക്കാതിരിക്കാൻ എല്ലാ അർത്ഥത്തിലും അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ, പ്രവാസി സഹോദരങ്ങളെ, പൊതു പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജഗന്നിയന്താവൻ ജല്ലജലാലുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു മാഫാക്കി തരട്ടെ. ശിഷ്ടകാല ജീവിതം പാപങ്ങളിൽ നിന്നൊഴിവായി അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും ഏറ്റുവാങ്ങി പ്രകാശം സ്ഫുരിക്കുന്ന മുഖത്തോടെ ദാറുഹുദയുടെ മുറ്റത്ത് ബഹുമാനപ്പെട്ട ആദരണീയനായ സീനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ ഞങ്ങൾ കൊണ്ട് കിടത്തിയപ്പോൾ ആഗ്രഹിച്ചു പോയ ആ പൂനിലാവ് നിറഞ്ഞു തുളുമ്പുന്ന മുഖം പോലെയുള്ള ഒരു പരിശുദ്ധ ഭൂമുഖം അല്ലാഹു അവസാന സമയത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ, ആ അറിവിന്റെ വഴിയിലൂടെ തന്നെ സഹായങ്ങൾ എത്തിക്കാൻ, ആ അറിവിന്റെ വഴിയിലൂടെ തന്നെ നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്താൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സമയമേറെ വൈകി ആമുഖങ്ങളൊന്നും ഇനി വിശദീകരിക്കുന്നില്ല. ഏറ്റവും പുറകിൽ നിൽക്കുന്ന സാധാരണക്കാരായ എന്റെ പ്രഭാഷണം കേൾക്കാൻ കോഴിക്കോട് ജില്ലയുടെ പല പ്രദേശങ്ങളിലും ഓടിയെത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇടയിൽ എവിടെയെങ്കിലും കസേരകൾ ഒഴിവുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട വോളണ്ടിയർ സഹോദരങ്ങൾ അവരെ ഇരുത്തണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ മുൻഭാഗത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ടാർപ്പയോ പായോ കടലാസോ ഒക്കെ വിരിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ നിൽക്കുന്ന യുവ സുഹൃത്തുക്കൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ പുറകിൽ നിൽക്കുന്നവർ കൂടി ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു മജ്‌ലിസായി, ഒരുപാട് കരഞ്ഞു ദുആ ചെയ്യാൻ അവസരം തരുന്ന ഒരു സദസ്സാക്കി അല്ലാഹു ഈ സദസ്സിനെ മാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആനിന്റെ താക്കീത് എന്ന ശക്തമായ ഒരു പ്രമേയത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ വിനീതനിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒരുപാട് പാപങ്ങളിൽ നിന്നും പാതകങ്ങളിൽ നിന്നും മനുഷ്യരെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശക്തമായ താക്കീതുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻതുമ്പിലൂടെ സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അഗ്നിഗോളം ആടിപ്പടരുന്നത് പോലെ നമ്മുടെ മനസ്സിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ശക്തമായ ഒരു താക്കീത്, പലപ്പോഴും ഞാനും നിങ്ങളും അറിഞ്ഞിട്ടില്ല എന്നതുപോലെ നടിക്കുന്ന ഒരു ശക്തമായ താക്കീതിന്റെ താഴെ നിന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ ചില അറിവുകളാണെന്ന് ചർച്ച ചെയ്ത് പിരിയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം ബനി ഇസ്രായേലിന്റെ കുറെ സംഭവങ്ങളെ നമുക്ക് വിശദീകരിച്ചു തന്നത് ആ ചരിത്രത്തിൽ നിന്നും ആ സംഭവത്തിൽ നിന്നും ഗുണപാഠം സിദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ പ്രകാശമുള്ള ഒരു വഴിയിലൂടെ തള്ളി നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബനി ഇസ്രായേലിൽ ഏറ്റവും അധികം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തനീയമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതീവ സുന്ദരിയായ ഒരു പെണ്ണ് ബനി ഇസ്രായേൽ ജീവിച്ചിരുന്നു. എന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരിമാർ സൗന്ദര്യമുണ്ടാക്കുന്നതിന് വേണ്ടി സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങി പുരട്ടുന്നത് പോലെയായിരുന്നില്ല. ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത ഏറ്റവും വലിയ തീപാറുന്ന സൗന്ദര്യത്തിന്റെ ഉടമയായ ഒരു പെൺകുട്ടി ബനി ഇസ്രായേലിന്റെ മണ്ണിൽ ജീവിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് തന്റെ ശരീരം ആഗ്രഹിച്ചുകൊണ്ട്, തന്റെ ശരീരം മോഹിച്ചുകൊണ്ട് ആര് കടന്നു വന്നാലും അവരെ നിരാശയോടെ മടക്കിവിടാതെ അവരുടെ ആഗ്രഹം നടത്തി കൊടുത്തുകൊണ്ട് തന്റെ ശരീരത്തിന്റെ മാസ്മരികമായ സൗന്ദര്യം ആ യുവകോമളന്മാർക്ക് മുന്നിൽ സമർപ്പിച്ചു കൊടുക്കുന്ന സുന്ദരിയായ പെണ്ണായിരുന്നു. പണവും പദവിയും ആ ശരീര കച്ചവടത്തിലൂടെ നേടിയെടുത്ത സുന്ദരിയായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബനി ഇസ്രായേൽ ആ പെൺകുട്ടിയുടെ കൊട്ടാരത്തിന്റെ 4 ഭാഗത്ത് താമസിക്കുന്ന ഏകദേശമുള്ള യുവാക്കൾ മുഴുവനും ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന്റെ മഹോന്നതമായ മാധുര്യം നുകർന്നവർ മാത്രമായിരുന്നു. എന്നാൽ പലപ്പോഴും ആ പെൺകുട്ടിയുടെ മനസ്സിൽ തട്ടുന്ന ഒരേ ഒരു വേദന, ഒരാൾ മാത്രം ഇന്ന് വരെ ആ പെണ്ണിന്റെ വലയിൽ വീണിട്ടില്ല. അയാളൊരു സൂഫിയായ മനുഷ്യനാണ്. തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളുമായി അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പാതിരാ സമയത്ത് ഇബാദത്ത് ചെയ്യുന്ന
അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം മറന്ന് ആത്മീയ ലോകത്തിന്റെ പ്രകാശം തന്റെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് ആവാഹിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പാതിരാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മനസ്സിന് ഉണർവ് കൊടുക്കുന്ന ബഹുമാനനും ആദരണീയനുമായ ഒരു സൂഫിയാര മനുഷ്യനായിരുന്നു. ആ സൂഫിയാര മനുഷ്യനെ തന്റെ വരയിൽ വീഴ്ത്താൻ കഴിയില്ല എന്നുറപ്പായ ആ പ്രിയപ്പെട്ട സഹോദരി പലപ്പോഴും പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ആ സൂഫിയാര മനുഷ്യൻ ആ പെൺകുട്ടിയുടെ വീട്ടിന്റെ മുമ്പിലേക്ക് ഒരു സന്ദർഭത്തിൽ നടന്നു പോകേണ്ടി വന്നു. ആ പെൺകുട്ടിയുടെ വീടിന്റെ മുമ്പിലേക്ക് നടന്നു പോകുമ്പോ പിശാച് ആ സൂഫിയായ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ മനുഷ്യന്റെ ശരീരത്തെ രക്തം ഓടുന്ന സ്ഥലത്ത് മുഴുവനും പിശാച് ഉണ്ട് എന്നാണ്. എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര ആരാധന അർപ്പിച്ചാലും, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും മനുഷ്യന്റെ ശരീരത്തിലൂടെ രക്തമോടുന്ന സ്ഥലത്തെല്ലാം പിശാചുണ്ട് എന്നാണ്. ആ പിശാച് ഉള്ളിൽ നിന്നുകൊണ്ട് എത്രയോ വർഷങ്ങളായി, എത്രയോ കാലങ്ങളായി ചങ്ങലക്കിട്ടിരിക്കുന്ന വികാരത്തിന്റെ ഈ കിളിപ്പെടുത്തുന്ന ഓർമ്മകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. ആ സൂഫിയാര മനുഷ്യന്റെ മനസ്സിൽ 1000 പ്രാവശ്യം ആ പിശാച് ഓർമ്മിപ്പിച്ചു. ഇതുവഴി നടന്നു പോകുമ്പോ നിങ്ങളൊന്നിടത്തേക്ക് തിരിഞ്ഞാൽ മനോഹരമായ വേശ്യയായ സുന്ദരിയായ പെൺകുട്ടിയുടെ കിടപ്പാടമാണ് കാണാൻ പറ്റുക. ആ പെൺകുട്ടിയുടെ കൊട്ടാരത്തിന്റെ കവാടം തുറന്നിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് നിങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലാനുള്ള സ്വാഗതമാണ് ആ പെൺകുട്ടി പറയുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ആ സൂഫിയാര മനുഷ്യന്റെ ഉള്ളിൽ പിശാച് മന്ത്രിച്ചു, തീർച്ചയായും നിങ്ങൾ കടന്നു പോകണം. എത്രയോ വർഷങ്ങളായി ഒരു അന്യസ്ത്രീയെ നോക്കാറ്, ഒരു അന്യസ്ത്രീയുടെ സുഖമറിയാറ്, ഒരു വൈകാരികമായ ചിന്തകൾക്ക് വേണ്ടിയിട്ട് അടിയറവ് പറയാറ്, ഏകയിലാഹാര പടച്ചതമ്പുരാന്റെ ആത്മീയമായ സോപാനത്തിലേക്ക് പറന്നെത്തുന്ന ഒരു പൈങ്കിളിയായി മാറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സൂഫിയാര മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വികാരത്തെ തട്ടി ഉണർത്താൻ വേണ്ടി പിശാച് മന്ത്രിക്കുമ്പോ ആ പ്രിയപ്പെട്ട സൂഫിയാര മനുഷ്യൻ അറിയാതെ ഒന്ന് ഇടതുഭാഗത്തേക്ക് തിരിയുകയാ. യമാനിയ അറബി കോളേജിന്റെ തിരുമുറ്റത്തിനടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഗൗരവം ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത്രയും കാലം മനസ്സിന്റെ ഉള്ളറയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി മാത്രം സർവ്വതും മാറ്റിവെച്ചിരുന്ന പ്രിയപ്പെട്ട മനുഷ്യന് അറിയാതെ ഒരു സന്ദർഭത്തിൽ പൈശാചികമായ ചിന്ത കടന്നു വരികയാ. ആ പെൺകുട്ടിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോ കവാടങ്ങൾ തുറന്നു കിടക്കുകയാ. അതിന്റെ അർത്ഥം അകത്ത് പുരുഷാരമങ്ങൾ ആരുമില്ല. ഈ കവാടം തുറന്നു കിടന്നാൽ ഇനി ആർക്കും അതിന്റെ അകത്തേക്ക് കടന്നു പോകാൻ കഴിയുന്നതാ. ഈ സൂഫിയാര മനുഷ്യന്റെ കാൽപ്പാരങ്ങൾ തന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി പിശാചിന്റെ നിയന്ത്രണത്തിലാവുകയാണ്. നടന്ന് ആ സൂഫിയാര മനുഷ്യൻ ആ പെൺകുട്ടിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ സുന്ദരിയാര വശ്യതയാർന്ന പുഞ്ചിരിയോടെ ആരെയും മനം മയക്കുന്ന സൗന്ദര്യറാണിയായി ആ പെൺകുട്ടി ആ മാളികാ സൗധത്തിന്റെ മുമ്പിലേക്ക് വരികയാ. വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി സൂഫിയാര മനുഷ്യനെ സ്വീകരിച്ചകത്തുകൊണ്ടിരുത്തി. എന്നിട്ട് ആ സൂഫിയാര മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എത്രയോ നാളുകൾ കൊണ്ട് എന്റെ ഈ മനോഹരമായ കൊട്ടാരത്തിലേക്ക് നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയാ. അതുകൊണ്ട് എല്ലാ യുവാക്കൾക്കും ശരീരം കൊടുക്കുന്ന പോലെയല്ല, ഏറ്റവും വലിയ സുന്ദരിയായിട്ട് ഞാനിതാ ഒരുങ്ങി വരുന്നു. നിങ്ങൾ എന്റെ മനോഹരമായ മണവറയുടെ മെത്തയിൽ കാത്തിരിക്കണമെന്ന് പറഞ്ഞ് ആ സൂഫിയാര മനുഷ്യനെ ഇവിടെ ഇരുത്തിയിട്ട് ആ പെൺകുട്ടി ഒന്ന് ഒരുങ്ങി വരാൻ പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ വർഷങ്ങളായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന മഹാന, എത്രയോ വർഷങ്ങളായി ഒരു പോറല് പോലും ഏൽക്കാറ് കൽബിന്റെ കത്ത് പടച്ചതമ്പുരാന് സ്ഥാനം കൊടുത്തിരുന്ന മഹാനുഭാവന, ദിക്റും തസ്ബീഹും തഹ്ലീലുമായി കഴിഞ്ഞുകൂടിയ മഹാനുഭാവന എല്ലാം തകർന്നടിയാൻ പോവുകയാ. പക്ഷേ ആ വിരിപ്പിൽ നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട സൂഫിയാര മനുഷ്യൻ ഏതോ പാതിരാത്രിയുടെ യാമത്തിൽ എവിടെയോ ചെയ്തു പോയ ഇബാദത്തിന്റെ ഒരു ഫലമെന്നോണം ആ സൂഫിയാര മനുഷ്യന് വീണ്ടും വിചാരമുണ്ടാവുകയാ. വർഷങ്ങളോളമായി ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്ന എന്റെ കണ്ണുകളെ ഒരു സുന്ദരിയാര പെണ്ണിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ അടിയറവ് പറയിപ്പിക്കണമോ? അല്ലാഹുവിനെ കാണാൻ വേണ്ടി, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സുഖം കാണാൻ വേണ്ടി, അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തിന്റെ സുഖം ആസ്വദിക്കാൻ വേണ്ടി എന്റെ ശരീരത്തിന്റെ വിചാരങ്ങളെ അടക്കി നിർത്തിയിരുന്നതിന് ഞാനിപ്പോൾ പൊട്ടിച്ചെറിയണമോ? പെട്ടെന്ന് ചിന്തിച്ചിട്ട് ആ മനുഷ്യൻ പൊട്ടിക്കറിയുകയാ. ഇല്ല പടച്ചവനെ, എത്രയോ രാത്രിയും നിനക്ക് സുജൂദ് നെറ്റിത്തടമാണ്, എത്രയോ തസ്ബീഹുമാലകൾ വിരൽ കൊണ്ട് മറിച്ചവനാണ്, എത്രയോ ഇബാദത്ത് നിനക്ക് വേണ്ടി സമർപ്പിച്ചവനാണ്. ഇല്ല അല്ലാഹ്, ഒരിക്കലും കേവലം ഒരു ഭൗതിക ലോകത്തിന്റെ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ അടിയറവ് പറയുന്നത് ശരിയല്ല.
ആ സൂഫിയായ മനുഷ്യൻ പൊട്ടിക്കരയാൻ തുടങ്ങി. സുന്ദരിയായ പെണ്ണ് വളരെയധികം സൗന്ദര്യം അധികരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ ഈ സൂഫിയായ മനുഷ്യൻ പിന്നെ പൊട്ടിക്കരയുകയാ. ആ പെൺകുട്ടി ചോദിച്ചു, വന്നതുപോലെയല്ലോ, നിങ്ങളുടെ കണ്ണുകൾക്ക് വല്ലാത്ത മാറ്റം സംഭവിച്ചിരിക്കുകയാ, നിങ്ങളുടെ ശരീരത്തിന് വല്ലാത്ത രൂപഭാവം വന്നിരിക്കുകയാ, എന്തേ കാരണം? എന്റെ ശരീരം നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ് കടന്നു വന്നിട്ട് ഇപ്പൊ എന്നെ വെറുത്തുപോയി എന്ന് ചോദിച്ചപ്പോൾ ആ സൂഫിയായ മനുഷ്യൻ എവിടുന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആ സുന്ദരിയായ പെൺകുട്ടിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് പറയുന്നു, പെണ്ണേ, ഒരു നിമിഷം എന്നെ പിശാച് ക്ഷണിച്ചു പോയപ്പോ, ഒരു നിമിഷം എന്നെ പിശാച് ക്ഷണിച്ചു പോയപ്പോ അറിയാറ് ഇന്നലെ വരെ ഞാൻ മറന്നുപോയ ജീവിത സുഖത്തിന്റെ ഭാഗത്തേക്ക് അറിയാറ് ഞാൻ കാലെടുത്ത് വെച്ച് പോയതാ. ഒരിക്കലും ഞാൻ ഇബാദത്തിന് വേണ്ടി പലകുമിച്ച എന്റെ പരിശുദ്ധമായ മുഖത്ത് വ്യഭിചാരത്തിന് വേണ്ടി മാറ്റിവെക്കില്ലാന്ന് പറഞ്ഞ് ആ സൂഫിയായ മനുഷ്യൻ ഇറങ്ങിയോടിയിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും ശക്തമായി താക്കീത് നൽകിയത് കള്ളിനെ കുറിച്ചല്ല, പലിശയെ കുറിച്ചല്ല, യതീമിന്റെ സ്വത്ത് അപഹരിക്കുന്നതിനെ കുറിച്ചല്ല, നമസ്കാരം ഒഴിവാക്കുന്നതിനെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഏറ്റവും ശക്തമായി താക്കീത് നൽകിയത്, ഏറ്റവും ശക്തമായ ഭാഷയിലും ശൈലിയിലും ഖുർആൻ സംസാരിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ വ്യഭിചാരത്തെ കുറിച്ചാണ്. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്, വലാ തഖറബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യല്ലേ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യല്ലേ, നിങ്ങൾ വ്യഭിചാരത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇടവരുത്തല്ലേ, നിങ്ങൾ വ്യഭിചാരത്തിന്റെ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കല്ലേ. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ജില്ലയുടെ അറിവിന്റെ താടികക്കുടങ്ങളായി ഉയർന്നു നിൽക്കുന്ന യമാനയുടെ സ്വർഗത്തിന്റെ പൂന്തോപ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയുമ്പോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാക്കവിയെ പോലെ എത്രയോ പ്രഭാഷകന്മാര് കള്ളിനെതിരെ പ്രഭാഷണം നടത്തിയപ്പോ ഞങ്ങളിന് കള്ളു കുടിക്കൂല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, പലിശക്കെതിരെ പ്രഭാഷണം നടത്തിയപ്പോ ഞങ്ങളിന് പലിശയുമാര് ബന്ധപ്പെടില്ല, നമസ്കാരം തുടങ്ങിക്കോ, ഹറാമാര ബന്ധങ്ങൾ ഒഴിവാക്കിക്കോ, ഹറാമാര സമ്പാദ്യം ഒഴിവാക്കിക്കോ എന്നൊക്കെ പ്രഭാഷണം നടത്തിയപ്പോ കണ്ണീരോട് അതെല്ലാം നിങ്ങൾ വലിച്ചെറിയുന്നു നബിയെ, വലിച്ചെറിയുന്നു അല്ലാ, വലിച്ചെറിയുന്ന ഗുരുനാഥന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശമുള്ള ഇസ്ലാമിന്റെ പാതയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് ആർക്കും എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരേ ഒരു പാതകമേതാ? ഒരു അന്യപുരുഷന് സ്ത്രീയോടുള്ള ബന്ധമാണ്, ഒരു അന്യ സ്ത്രീക്ക് പുരുഷനോടുള്ള ബന്ധമാണ്. നിസ്കരിക്കുന്നവരും ഇബാദത്ത് ചെയ്യുന്നവരും തലമറക്കുന്നവരും പറവയിടുന്നവരും നസ്തയിടുന്നവരും വിക്രതുല്ലുന്നവരും നിസ്കരിക്കുന്നവരും ഖുർആനോതുന്നവരും സലാത്ത് ചൊല്ലുന്നവരുമെല്ലാം രഹസ്യമായി ഉള്ളിന്റെ ഉള്ളറയിൽ സൂക്ഷിക്കുന്ന ഒരു ബന്ധമാണ് അന്യ സ്ത്രീ പുരുഷന്മാരുടെ ബന്ധമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ആ പാതകത്തെ ഉള്ളിന്റെ ഉള്ളിലിട്ടൊന്ന് കുലിക്ക് നോക്കുക. ശരിയല്ലേ അല്ലാ? ഞാൻ എത്രയോ പ്രസംഗം കേൾക്കാൻ പോയവനാണ്, എത്രയോ തെമ്മാടിപ്പരങ്ങൾ ഒഴിവാക്കിയവനാണ്, എത്രയോ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കിയവനാണ്. എന്നാലും എനിക്ക് ഒഴിവാക്കാൻ കഴിയാറ് എന്റെ മനസ്സിന്റെ അകത്ത് തികട്ടി വരുന്ന ഒരു മോഹവലയത്തിന്റെ ചിന്തയാണ് പെൺകുട്ടിയുടെ ആഗ്രഹമെന്ന് പറയുന്നത്, പെൺകുട്ടിയോടുള്ള മോഹമെന്ന് പറയുന്നത്. കയ്യിലിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളറയിലൂടെ, വീട്ടിലിരിക്കുന്ന ലാപ്ടോപ്പിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഉള്ളറയിലൂടെ എത്രയോ ആയിരക്കണക്കിന് പാതകങ്ങൾ പല സ്ത്രീ പുരുഷന്മാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്തുകൊണ്ടാണ് ഒഴിവാക്കാൻ കഴിയാത്തതെന്ന് എന്റെ ഈ ക്യാമ്പസിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? കള്ളൊഴിവാക്കുന്ന പോലെ, പലിശ ഒഴിവാക്കുന്ന പോലെ, സീരിയൽ ഒഴിവാക്കുന്ന പോലെ, മറ്റു തെറ്റുകൾ ഒഴിവാക്കുന്ന പോലെ എന്തുകൊണ്ടാണ് പെൺകുട്ടികളോടുള്ള ബന്ധത്തെ ഒഴിവാക്കാൻ കഴിയാത്തതെന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തിനെ വിളിച്ചുകൂട്ടിയിട്ട് പറയുകയാണ്, എന്റെ സഹാബത്തെ, നിങ്ങളെ ഞാൻ വിളിച്ചുകൂട്ടിയതുപോലെ ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച ഇബ്ലീസ് ഉണ്ടല്ലോ, ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ഉണ്ടല്ലോ, മനുഷ്യരെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, മനുഷ്യരെ നശിപ്പിച്ച് നരകത്തിന്റെ വിറകുകൊള്ളിയാക്കാൻ പരിശ്രമിക്കുന്ന ശൈത്താൻ ഉണ്ടല്ലോ. ആ ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് ഒരിക്കൽ ഒരു പ്രഭാഷണം നടത്തിയെന്നാണ്, അയ്യുക്കും അലല്ലു മുസ്ലിമാ അൽബസ്തുഹു താജാ. ശപിക്കപ്പെട്ട ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും വിളിച്ചുകൂട്ടി. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഒരാളല്ല,
ഇബ്ലീസ് എന്ന് പറഞ്ഞ ഒരാളല്ല, ഓരോരുത്തരുടെ കൂടെയും ഒന്നിലധികം ആളുകൾ ഉണ്ടാവും. ഓരോരുത്തരുടെ കൂടെയും ഒന്നിലധികം ആളുകൾ ഉണ്ടാവും. ഇബ്ലീസ് എന്ന് പറഞ്ഞ ഒറ്റയാളല്ല. ഇബ്ലീസിന് മക്കളുണ്ട്, ഇബ്ലീസിന് അനുയായികളുണ്ട്, ശിഷ്യഗണങ്ങളുണ്ട്. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരിക്കൽ ഇബ്ലീസ് ഒരു പ്രഭാഷണം നടത്തി. അയ്യുക്കും അളല്ലു മുസ്ലിമ. ഇപ്പൊ യമാനിയുടെ മുറ്റത്തിരിക്കുന്ന ഇത്രയും ജനങ്ങൾ, ഈ ജനങ്ങളിൽ നിന്ന് ആരെയാണോ നിങ്ങൾ ഏറ്റവും അധികം വഴിതെറ്റിക്കുന്നത്, അവർക്ക് ഒരു കിരീടം ഞാൻ വെച്ചു തരും എന്ന് ഇബ്ലീസ് പറഞ്ഞു. നേതാവിന്റെ അംഗീകാരം കിട്ടുന്നത് വലിയ സന്തോഷമാണ് അനുചരന്മാർക്ക്. അത് ഏത് സംഘടനയാണെങ്കിലും, ഏത് പ്രസ്ഥാനമാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, നേതാവ് തോളത്തുനിന്ന് കൈകൊണ്ട് തട്ടുന്നത്, ആ ഒരു അംഗീകാരം കിട്ടുന്നത് വലിയ സന്തോഷമാണ്. ഇബ്ലീസിന്റെ കിരീടം കിട്ടാൻ വേണ്ടിയിട്ട് അനുയായികൾ മുഴുവനും നെട്ടോട്ടമോടി ഒരു മനുഷ്യനെ ഏറ്റവും അധികം വഴിതെറ്റിക്കണം. അങ്ങനെ ഒരു ശൈത്താൻ പോയി ഒരു മനുഷ്യനോടൊപ്പം നടന്നു. എന്നിട്ട് അയാളെ വഴിതെറ്റിച്ചിട്ട് രാത്രി വൈകുന്നേരം ശൈത്താനാകുന്ന നേതാവിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ലമ്മസൽ ബി ഫുലാനിൻ ഹത്താ തൊല്ലക ഇംറഅതഹു. ഞാനൊരു മനുഷ്യന്റെ കൂടെ നടന്നു, അയാളെ ഞാൻ ഏറ്റവും അധികം വഴിതെറ്റിച്ചു. നേതാവാകുന്ന ഇബ്ലീസ് ചോദിച്ചു, ഏറ്റവും അധികം വഴിതെറ്റിച്ചത് എങ്ങനെയാണ്? ഹത്താ തൊല്ലക ഇംറഅതഹു. അയാളും അയാളുടെ ഭാര്യയുമായി നല്ല ബന്ധത്തിലായിരുന്നു, നല്ല ഇണകളായിരുന്നു. പക്ഷേ ഞാൻ അയാൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഹത്താ തൊല്ലക ഇംറഅതഹു, അയാളുടെ ഭാര്യയെ തൊലാക്ക് ചെല്ലുന്നത് ഞാൻ കണ്ടു. എന്റെ പരിശ്രമ ഫലമായി അങ്ങനെ ഒന്ന് സംഭവിച്ചു. അപ്പൊ നേതാവ് പറഞ്ഞു, മാ സനഅത ഷൈഅ, അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. അയാളുടെ ഭാര്യയെ തൊലാക്ക് ചെല്ലിയെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾക്ക് പുതിയ ഭാര്യയെ കിട്ടും, അവൾക്ക് പുതിയ ഭർത്താവിനെ കിട്ടും. പിന്നെ എങ്ങനെയാണ് അയാളെ ഇത്രത്തോളം വഴിതെറ്റിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയാം. രണ്ടാമത്തെ ആള് വന്നു. ഒന്നാമത്തെ ആള് ഫ്ലോപ്പായി പോയി. രണ്ടാമത്തെ ആള് നേതാവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ലമ്മസൽ ബി ഫുലാൻ ഹത്താ അൽഖൈത ബൈനഹു വബൈന അഖീഹിൽ അദാവ. രണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ രണ്ട് സുഹൃത്തുക്കൾക്കിടയിലേക്ക് ഞാൻ എൻ്റെ ശത്രുതയുടെ ശരം എയ്തുവിട്ടിട്ട് അവർ രണ്ടുപേർക്കിടയിലും ശത്രുതയുണ്ടാക്കിയിട്ട് അവരെ തമ്മിൽ പിണക്കി. അതാണ് ഞാൻ ഇന്ന് ചെയ്ത ഏറ്റവും വലിയ വഴികെടുത്തരും. നേതാവ് പറഞ്ഞു, മാ സനഅത ഷൈഅ, അതും അത്ര വലിയ തെറ്റൊന്നുമല്ല. ഒരാൾ വന്നിട്ടൊരു സമവായ ചർച്ച നടത്തിയാൽ, കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഒരു ചർച്ച വെച്ചാൽ, ആ രണ്ടുപേരും ഏതായാലും പിണക്കം മറന്നുകൊണ്ട് ഒന്നിക്കും. അതും അത്ര വലിയ കാര്യമല്ല. 3 4 മാസമോ വർഷമോ പിണങ്ങിയിരുന്നത് കൊണ്ടൊന്നും വലിയ അത്ഭുതമല്ല. എന്നാൽ കിരീടം കിട്ടുന്ന തെറ്റ് ചെയ്തത് മൂന്നാമത്തെ ശൈത്താനാണ്. ലോകത്തൊരു മനുഷ്യനെ ഏറ്റവും അധികം വഴിതെറ്റിച്ചത് നീ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കിരീടം വെച്ചു കൊടുത്തു നേതാവ്. ഏതാണ് ആ വഴികേടുത്തമെന്നറിയുമോ? മൂന്നാമത്തെ ശൈത്താൻ വന്നിട്ട് പറയുന്നു, ലമ്മസൽ ബി ഫുലാനിൻ, ഞാനൊരു ചെറുപ്പക്കാരന്റെ കൂടെ നടന്നു നേതാവേ, ഞാനൊരു യുവാവിന്റെ കൂടെ നടന്നു നേതാവേ. അവന്റെ മനസ്സ് മുഴുവനും ഇലാഹി ചിന്തയാണ്. അവനെ വഴിതെറ്റിക്കാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി നേതാവേ. പക്ഷേ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഇട്ടുകൊടുത്തു നേതാവ്. അവൻ ഉറങ്ങുമ്പോ ആ പെൺകുട്ടിയുടെ ചിത്രവുമായി ഞാൻ കടന്നു ചെന്നു. അവൻ ഭക്ഷണം കഴിക്കുമ്പോ ആ പെൺകുട്ടിയുടെ രൂപവുമായി ഞാൻ കടന്നു ചെന്നു. അവൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ പെൺകുട്ടിയുടെ രൂപവുമായി ഞാൻ കടന്നു ചെന്നു. അവസാനം അവൻ വ്യഭിചരിച്ചു നേതാവേ, അവൻ വ്യഭിചരിച്ചു നേതാവേ, അവൻ വ്യഭിചരിച്ചു നേതാവേ. അവനെ കൊണ്ട് വ്യഭിചരിക്കുന്നത് വരെ അവനോടൊപ്പം ഞാൻ കറങ്ങി നടന്നു എന്ന് ഇബ്ലീസിനോട് അനുയായി വന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് ഇബ്ലീസുകളുടെ നേതാവ് പറയുകയാണ്, നീ ചെയ്തത് എത്രയോ അനുഗ്രഹമായ കാര്യമാണ്, നീ ചെയ്തത് എത്രയോ വലിപ്പമുള്ള കാര്യമാണ്. അങ്ങനാണ് വഴിതെറ്റിക്കേണ്ടത്. അതുകൊണ്ട് ലോകത്ത് ഏത് മനുഷ്യരെ നിങ്ങൾ വ്യഭിചരിപ്പിക്കുന്നവോ, ഒരു മനുഷ്യന്റെ കൂടെ നടന്നവൻ ഹജ്ജിന് പോകട്ടെ, അവൻ ഉംറയ്ക്ക് പോകട്ടെ, അവൻ ആഫിലാകട്ടെ, അവൻ ആലിമാകട്ടെ, അവൻ നല്ലതുപോലെ ഇബാദത്ത് ചെയ്യുന്നവനാകട്ടെ, അവൻ ദീനീ പ്രവർത്തകനാകട്ടെ, അവൻ കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ട ദീനിന്റെ മുന്നണി പോരാളികളിൽപ്പെട്ടവനാകട്ടെ, നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അവനെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കിരീടം വെച്ചു തരുമെന്ന് മാത്രമല്ല, എന്റെ അനുയായികളിൽ ഏറ്റവും അധികം സ്ഥാനം തരുന്നത് നിങ്ങൾ കാണുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 18 വയസ്സ് വരെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ 2 കൊല്ലം കൊണ്ട് പരിചയപ്പെട്ട
കാമുകനാണ്, എനിക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാ? ആ പെൺകുട്ടിയുടെ മനസ്സിന് ഇബ്ലീസ് സ്വാധീനിച്ചത് കൊണ്ടാണ്. എല്ലാം മറന്നുകൊണ്ട് വാപ്പയെ, ഉമ്മയെ, കുടുംബത്തെ, ഈ സമുദായത്തെ, അല്ലാഹുവിനെ, അവന്റെ റസൂലിനെ തേജോവരം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഉള്ളറയിൽ പോയിട്ട് നെറ്റിപ്പുറത്ത് കുറിയിട്ടുകൊണ്ട് ഇസ്ലാമിനെ കരുവാരിത്തേക്കാൻ ഇറങ്ങിപ്പോന്ന 18 വയസ്സുള്ള ആമിനമാരും ഫാത്തിമമാരും ഒക്കെ ഈ നമ്മുടെ മലബാറിന്റെ കോഴിക്കോടിന്റെ മണ്ണിൽ വളർന്നു വരുന്നത് എന്തുകൊണ്ടാ? ലോകത്തോരോ മനുഷ്യരെയും പിശാച് വ്യഭിചരിപ്പിക്കാൻ വേണ്ടി മാത്രം തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാ. കണ്ണുപിടിക്കാൻ എത്ര ശ്രമമില്ല, അതേ ഹറാമത്തെ ഹറാമുകൾ ചെയ്യാൻ എത്ര ശ്രമമില്ല, പലിശ വാങ്ങിപ്പിക്കാൻ എത്ര ശ്രമമില്ല. എന്നാൽ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെയും വ്യഭിചാരത്തിലെത്തിക്കാൻ ഇബ്ലീസ് രൂപമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് ചുംബന സമരം വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വലിയ മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബന്ധുവിൽ നിന്ന് പഠിക്കണമെന്ന് സമരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വനിതകൾക്ക് സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെന്തൊക്കെ പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശവും ആശയവും ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണയല്ല, ആരോഗ്യം കൊടുക്കണയല്ല. മുറുസയുള്ള വാക്കുകൾ കൊണ്ട് ആ സമസ്തയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനത്തെ ബഹുമാനപ്പെട്ടവർ യമാനിയുടെ മുറ്റത്ത് നടത്തിയത് നിങ്ങൾ കണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിൽ ഇക്കിളിപ്പെടുത്തുന്ന ഓർമ്മകൾ കൊടുക്കുന്നൊരു പിശാചാണ്. വാട്സപ്പ് കണ്ടുപിടിച്ചിട്ട് ആ വാട്സപ്പിലൂടെ കറങ്ങി വരുന്ന നമ്പറുകളിലൂടെ പെണ്ണേ, ആണിന് നിന്റെ മനോഹരമായ മുഖമയച്ചു കൊടുക്കുന്ന പെണ്ണ്, ശരീരമയച്ചു കൊടുക്കുന്ന പെണ്ണ്, ചുംബനം കൊടുക്കുന്ന പെണ്ണ്, ഒളിച്ചോടാനുള്ള പ്ലാൻ പണിയുന്ന പെണ്ണ്. എന്റെ ചെറുപ്പക്കാരാ, ഒരൊറ്റ ദിവസം പോലും ഒടുവില്ലാറ്, ഒരൊറ്റ ദിവസം പോലും ഒടുവില്ലാറ് കാമുകിമാർക്ക് വേണ്ടിയിട്ട് മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോ ഇതെവിടത്തെ വിജയമാ? അത് ഇബ്ലീസിന്റെ വിജയമാ, അത് ഇബ്ലീസിന്റെ നേട്ടമാ. എന്നാൽ ഇതിലൊന്നും പെട്ടുപോകാറ്, ഇതിലൊന്നും പെട്ടുപോകാറ്. എത്ര സുന്ദരികൾ എന്റെ മുമ്പിലൂടെ നടന്നു പോയാലും, എത്ര ആഘോഷവും എത്ര ആഭാരവും കോഴിക്കോട് ജില്ലയിൽ നടന്നാലും എന്റെ മനസ്സ് കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ മനസ്സിനെ പിടിച്ചു വെച്ചുകൊണ്ട് വികാരത്തിന് വേണ്ടിയിട്ട് വിവേകത്തെ വഴിവിട്ട രീതിയിലൂടെ ചലിപ്പിക്കാറ് നിയന്ത്രണത്തോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മത്തെ, നിനക്കല്ലാതെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ അല്ലാഹ് മൻ യസ്കുനു ഹദീറത്തിൽ ഖുദ്സി, യാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു ഭവനമുണ്ട്. അരുവിയല്ല, തോട്ടമല്ല, സാധാരണ സ്വർഗാവകാശികൾക്കുള്ള കൊട്ടാരമല്ല. ആ സ്വർഗത്തില് ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ ഒരു സ്വർഗത്തിന്റെ ഭവനമുണ്ട്. ഹദീറത്തുൽ ഖുദ്സ് എന്നാണ് ഇതിന്റെ പേര്. മൻ യസ്കുനു ഹദീറത്തുൽ ഖുദ്സി, യാ അല്ലാഹ്. താമസിക്കാൻ ആഗ്രഹത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അത് ആർക്കുള്ളതാണ് പടച്ചവനെ ആ ഭവനം? എന്ത് രസമാണ് സ്വർഗത്തിലെ ആ ഭവനം കാണാൻ. അത് ആർക്കാണ്? അല്ലാഹ് പറഞ്ഞു, ലാ തൻളുറു അയ്നുഹും ഇല സിന, വ്യഭിചാരത്തിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടാത്തവനാണ് ആ ഭവനം ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത്, അവർക്കാണ് അതിൻ്റെ ചാവി കൊടുക്കുക. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് കിരീടം കിട്ടാൻ വേണ്ടി പല രീതിയിലും പല രൂപത്തിലും പരിശ്രമിക്കുമ്പോൾ പെണ്ണ് ചാഞ്ഞു നടക്കും, ചരിഞ്ഞു നടക്കും, ഒരുങ്ങി നടക്കും, പല മോഡലിൽ നടക്കും. പക്ഷെ അതിൽ വീഴാതെ നിങ്ങൾ മനസ്സിനെ പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹദീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന മനോഹരമായ ഭവനമാണ്. വലിയ സന്തോഷമല്ലേ? എത്രയോ ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും, അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഏതായാലും നല്ലതുപോലെ ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ വാള് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ, വാള് കഴിഞ്ഞു പോകുന്ന സഹോദരിമാരുടെ കോലം കാണുമ്പോൾ തന്നെ ഉസ്താദ് പറഞ്ഞ ഈമാനും തെറ്റും, തഖ്വയും തെറ്റും, സർവ്വവും തെറ്റും ഉസ്താദ് എന്ന് പറഞ്ഞാൽ സഹോദരിമാർ വാളിന് വരുന്നത് പോലും ഇപ്പോൾ ആഡംബര കല്യാണത്തിന് പോകുന്ന പോലെ ഒരുങ്ങിയിട്ടാണ്. ആഡംബര കല്യാണത്തിന് പോകുന്ന പോലെ ഒരുങ്ങിയിട്ടാണ്. ആ രീതിയിൽ വസ്ത്രം ധരിച്ച്, ആ രീതിയിൽ പർദ്ദ ധരിച്ച്, ആ രീതിയിൽ ചുണ്ടു ചുമപ്പിച്ച്, ആ രീതിയിൽ പേരല്ലൂലിയൊക്കെ പുരട്ടി, ആ രീതിയിൽ ആടിയും ചാഞ്ഞും ചരിഞ്ഞും വരുന്നവരുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ട് യമാനിയ കെട്ടിടത്തിന് സ്വർണം കൊടുക്കാതിരിക്കരുത്. പറയുമ്പോൾ എല്ലാം പറയണം, പക്ഷേ ഈ ബിൽഡിംഗ് കെട്ടിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇതുവരെ ഈ സ്ഥാപനത്തിൽ വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അബൂബക്കർ യമാനിയും പിന്നെ ദാരിമി ഉസ്താദിൻ്റെ മറ്റേ സയ്യിദ് സിറാജുദ്ദീൻ യമാനിയും പിന്നെ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദും ഒക്കെ ശരിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കലുണ്ട് നമ്മളെപ്പോഴും.
ഒരുപാട് കാലം നമ്മൾ ആലോചിച്ച് നോക്കി. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ഒത്തിരി നാൾ ഈ സ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ് ഓടിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് സങ്കടം വന്നുപോയി. അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും ദുആ വസിയത്ത് ചെയ്തു എന്നോട്. എന്തിനാണെന്ന് പറയുന്നില്ല, രണ്ടുപേരും ഓരോ പ്രധാനപ്പെട്ട വസിയത്തുകളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ ഇതൊന്നും ആയില്ലേ? വാപ്പ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുന്നു, മക്കൾക്ക് ഇതൊന്നും ആയില്ലെന്ന് ചോദിച്ചു. വീടൊന്നും ആയിട്ടില്ല അവർക്ക് നല്ലതുപോലെ താമസിക്കാനൊന്നും. അവർക്കും സമയമില്ലല്ലോ, ഇങ്ങനെ ഓടുകയാണ്. അബൂബക്കർ ഇമാനിയാണെങ്കിൽ ലേബർ റൂമിൽ നിന്നാണ് വന്നത്. ഇന്ന് രാവിലെ പ്രസവിക്കാൻ പോയിരുന്നു എന്നല്ല, അതിൻ്റെ ഭാര്യ പ്രസവത്തിന് പോയിരുന്നതാണ്. അല്ലാഹു തആല ആ കുഞ്ഞിന് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. ഇത് ഒരടിസ്ഥാനമാണ്. സൈനുൽ ഉലമയ്ക്ക് അവസാനം കിട്ടിയത് ദാറുൽ ഹുദ എന്ന പൂമുറ്റമാണ്. അല്ലാഹു തആല അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഗുരുത്വവും പൊരുത്തവും പടുജാഹിലീങ്ങളായ ഞങ്ങൾക്കൊന്നിനും അറിവില്ലാത്ത കഴിവില്ലാത്ത ഞങ്ങൾക്ക് അല്ലാഹു തരുമാറാകട്ടെ. ഇന്ന് ഈ മക്കൾക്ക് സനത് കൊടുത്തിട്ട് 1 മണിക്കൂർ പ്രസംഗിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദാണ്. 1 മണിക്കൂർ പ്രസംഗിക്കുമായിരുന്നു അത്രേ. എന്തൊരു പ്രഭാഷണമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ ഇവിടെ നടത്തിയത്. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ളവർ ഇനി വളരെ കുറവാണ്. യമാനിയുടെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, മനസ്സിൽ തൊട്ട് പറയാണ്, ഇവരുടെ ആയുസ്സിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഇവർ നഷ്ടപ്പെട്ടു പോയാൽ പകരം വെക്കാൻ നമുക്കാരുമില്ല പ്രിയപ്പെട്ടവരെ, പകരം വെക്കാൻ ആരുമില്ല. അവരുടെ ദുആയും അവരുടെ പൊരുത്തവും ഒക്കെയാണ് സന്തോഷം. ഒരു സ്ഥാപനത്തിൻ്റെ വലിയ നേതാക്കന്മാർ കാണിക്കുന്ന വിനയം, അവരുടെ ഒരു താഴ്മയൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ വെറും വട്ടപൂജ്യമാണ് എന്ന് സ്വയം ഒരു തിരിച്ചറിവുണ്ടാവുന്ന ഒരു സദസ്സാണ് ഇവരെ പോലുള്ള മഹത്തുക്കളുടെ സദസ്സിൽ പങ്കെടുക്കുന്നത്. അല്ലാഹു തആല എല്ലാ നേട്ടവും എല്ലാ ബറക്കത്തും തരുമാറാകട്ടെ, എല്ലാ ഖൈറും എല്ലാ സലാമത്തും തരുമാറാകട്ടെ. ഇതിന് ചുറ്റുമുള്ള സഹോദരിമാരെ, നിങ്ങൾ ഭാഗ്യവതികളാണ്. ഈ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് വന്നിരുന്ന വാത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നല്ലോ, നിങ്ങൾ ഭാഗ്യവതികളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിൽ മാറ്റമുണ്ടാവണം. എന്തിനാണ് ഞാൻ വ്യഭിചാരമെന്ന് പറയുന്ന മഹാപാതകത്തെക്കുറിച്ച് നിങ്ങളോട് ആധികാരികമായി പറയുന്നതെന്ന് ചോദിച്ചാൽ, ആ ഒരു പാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലല്ലാതെ നമ്മുടെ ഖൽബ്, നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയില്ല. ഇബ്ലീസ് ഓരോ വീടിൻ്റെയും മുമ്പ് പോയി നിന്നിട്ട് സഹോദരിമാരെ പുറത്തേക്ക് വിളിക്കുമെന്നാണ്. ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ എന്ന് വിളിക്കുന്ന. നമുക്ക് പോയാലോ, പൂരം കാണാൻ പോയാലോ, ബീച്ചിൽ പോയാലോ? ഇന്നിങ്ങോട്ട് വരുമ്പോൾ കൊയിലാണ്ടി പൂരം നടക്കുന്നു. താത്തമാരിങ്ങനെ കറങ്ങാണ് മുകളിൽ കയറിയിരുന്ന്. ഇപ്പോൾ ദുനിയാവിലുള്ള കറക്കൊന്നും പോരാ, മുകളിൽ കയറി നിന്നിട്ട് കറങ്ങാം. കൊയിലാണ്ടി പൂരം നടക്കുന്നു. ആള് പഴയതുപോലെ ഒന്നുമല്ല, കുറവാണ്, നന്നേ കുറവാണ്. എങ്കിലും സങ്കടം തോന്നാതിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. എല്ലാ സ്ഥലങ്ങളിലും, ഇന്ന് ക്ഷേത്രങ്ങളിലല്ല, പഴയകാലത്ത് ക്ഷേത്രങ്ങളിലായിരുന്നു ആനകൾ. 10ഉം 12ഉം ആനകളായിരുന്നു എഴുന്നള്ളത്തിനും ഘോഷയാത്രയ്ക്കും. ഇന്ന് മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പട്ടാമ്പിപ്പൂരം, കൊണ്ടോട്ടിപ്പൂരം, അങ്ങനത്തെ പൂരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ഥലത്താണ് 10ഉം 20ഉം ആന. ഇനി പേര് കൂടി മാറ്റിയാൽ മതി. ആനകളുടെ പേര് ഗോപാലനും ജയകൃഷ്ണനും എന്നൊക്കെയാണല്ലോ. ഇന്ന് മാറ്റിയിട്ട് അബൂബക്കർ എന്നോ ഹംസ എന്നൊക്കെ ഇടണം. പേരൂടെ മാറ്റിയാൽ മതി. സുന്നത്ത് കല്യാണം നടത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, വാളൊടിഞ്ഞു പോകും. അതിന് നടക്കില്ല. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തൊക്കെ കോമാളിത്തരാണ് ലോകത്ത് നടക്കുക. യഥാർത്ഥ ജീവിതം എന്തെന്ന് വിളിച്ചോടിയിട്ട് യമാനിയായുടെ മക്കള് സയ്യിദന്മാരുടെ കയ്യിൽ നിന്ന് സനത് വാങ്ങിയിട്ട് വെള്ളരിപ്രാവുകളെ പോലെ പറന്നിറങ്ങുമ്പോ, അല്ലാഹുവേ, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്തവളാണ് അല്ലാഹുവേ ഞാൻ. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്തവളാണ് പടച്ചവനെ ഞാൻ. അള്ളാന്റെ കോടതിയിൽ പറയാൻ കഴിയണമെന്ന ഷാദുബാക്കലിക്ക് ഭക്ഷണം തന്നവരെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ മറന്നിട്ടില്ല. എനിക്ക് ഭക്ഷണം തന്നവരെ മറന്നിട്ടില്ല, എനിക്ക് വസ്ത്രം തന്നവരെ മറന്നിട്ടില്ല. ഞാൻ പഠിച്ച തിരുവനന്തപുരം ജില്ലയുടെ ദറസിൽ നിന്ന് അല്ലാഹുവേ, പെരുന്നാളിൻ്റെ എന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയാതെ പല്ലുപറ്റത്തിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. അവിടെ വന്നൊരു സഹോദരൻ ചോദിച്ചെന്ത് വീട്ടിലേക്ക് പോകാത്തൊരു, പുതിയ വസ്ത്രമിടാതെ പെരുന്നാളിന് വീട്ടിലേക്ക് ചെല്ലുമ്പോ വാപ്പാക്കും ഉമ്മാക്കും സങ്കടമാകുമല്ലോ എന്ന് പറഞ്ഞപ്പോ, അലമാരയ്ക്കകത്തെടുത്ത് വെച്ചിരിക്കുന്ന മക്കൾക്ക് വെച്ചിരിക്കുന്ന മനോഹരമായ ഡ്രസ്സ് കൊണ്ടുതന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് മനോഹരമായ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച് ഞാൻ എന്റെ ചെറിയ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും പറഞ്ഞത്, ഇപ്പോഴാണ് എന്റെ പൊന്നുമോനെ ഞങ്ങൾക്ക് പെരുന്നാളായപ്പോഴാണ്. അതുപോലെ എത്രയോ മക്കൾ യമാനിയായുടെ മുറ്റത്തുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അല്ലാഹുവേ, ഈ മക്കൾ
ഞങ്ങളെ സഹായിച്ചവരെ നീ തിരിച്ചു സഹായിക്കണേ അല്ലാ. ഞാൻ മടങ്ങി വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചാരത്തിന്റെ ചിന്തകളെ മനസ്സിന്റെ അകത്തിരുന്ന് മാറ്റാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ കഴിയുന്നില്ല. എത്ര വാള് കേട്ടാലും കഴിയുന്നില്ല. അതിന്റെ അദാബുകളെ കുറിച്ച് എത്ര പഠിച്ചാലും കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾക്കുള്ള ശിക്ഷകളെ കുറിച്ച് പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തുഫ്തഹു അബ്വാബുസ് സമാ. പാതിരാ സമയമാകുമ്പോ ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാ. ഒരു 2 മണി സമയം കഴിഞ്ഞാൽ പിന്നെ ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. അള്ള മലക്കുകളോട് പറയുമത്രേ, ആരാണ് വിളിച്ചു പറയുന്നത്? ഹൽ മിൻ സായിലിൻ ഫയുത്താ. ഈ സമയത്ത് ഉറങ്ങാറ് കരഞ്ഞുകൊണ്ട് ആരാണ് എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്? അത് കൊടുത്തേക്കൂ മലക്കുകളെ. എന്ത് ചോദിച്ചാലും കൊടുത്തേക്കൂ മലക്കുകളെ. ആ സമയത്ത് മലക്കുകൾ പറയുന്നു, അല്ലാ എല്ലാവർക്കും കൊടുത്തേക്കട്ടെയോ. ആരെന്ത് ചോദിച്ചാലും ഈ പാതിരാത്രിയുടെ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, തഹജ്ജുദിന്റെ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ കൊടുത്തേക്കട്ടെയോ തമ്പുരാനെ എന്ന് ചോദിക്കുമ്പോ അല്ല പറയുന്നു, ഇല്ലാമൻ ഇല്ലാമൻ ഇല്ലാമൻ, ഒരാൾക്കൊഴികെ. എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. ഒരു വിഭാഗത്തിനൊന്നും കൊടുക്കരുത്, ഒരു വിഭാഗത്തിനൊന്നും കൊടുക്കരുത്. മലക്കുകൾ പറയുന്നു, പടച്ചവനെ ആ ഒരു വിഭാഗമാരാ, ആ ഒരു വിഭാഗമാരാ? അല്ല പറയുന്നു, അവര് വ്യഭിചാരികളാ. തസ്ആ തസ്ആ ബിഫർജിഹാ. വ്യഭിചാരിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കൽ എന്ന് പറയുന്ന ശാരീരിക ബന്ധം മാത്രമല്ല, ഒരു പെൺകുട്ടിയെ കാണുക. അത് നേരിട്ട് ഡയറക്റ്റ് കാണണമെന്നില്ല. വാട്സപ്പിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കയുടെ ഫോട്ടോ, മദീനയുടെ ഫോട്ടോ, യമാനിയുടെ ഫോട്ടോ, ദാറുൽ ഹുദയുടെ ഫോട്ടോ, ജാമിയയുടെ ഫോട്ടോ എല്ലാം ഇങ്ങനെ നോക്കി നോക്കി വരുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ല ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ ഫോട്ടോ. അവിടെ ഇപ്പോൾ വിരളങ്ങ് സ്റ്റോപ്പ് ആവണം. അങ്ങനെ പിന്നെ ഒരു ലൈക്ക് കൊടുക്കണം, പിന്നെ ഒരു കമൻറ്റ് കൊടുക്കണം, പിന്നെ ഷെയർ ചെയ്യണം. കാരണം ഈ ഒരു തെറ്റ് അവനോടൊപ്പം ഒരു 100 പടയാളികൾ കൂടി ചുമക്കണമല്ലോ. അവർക്കതങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. സിഹിറിനെക്കാളും പാവമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ്, മൊബൈലിലൂടെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ്. വലിയ പാവമാണ്, വലിയ പാവമാണ്, സഹിക്കാൻ പറ്റൂല. ഇതിനെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയാണ്. എല്ലാവരും അങ്ങനെ കാണും. ഇത് മതി, അത് കണ്ണിൻ്റെ വ്യഭിചാരമായി. കസ്റ്റമർ കെയറിനോട് വെറുതെ വിളിച്ചിട്ട് സുന്ദരിയായ പെണ്ണിൻ്റെ മധുരമുള്ള ശബ്ദം ഒന്ന് ആസ്വദിക്കുക. 50 രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ട് ചാർജായില്ല 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 എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ആ പെണ്ണിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാലോ. അത് കാതിൻ്റെ വ്യഭിചാരമാണ്. ഒരു പെണ്ണിനെ കാണാൻ നടന്നു പോകുന്നത് കാലിൻ്റെ വ്യഭിചാരമാണ്. ആ വ്യഭിചാരം ഒരു പുരുഷനിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ കണ്ണി പെണ്ണല്ലേ. വൈകുട്ടി വൈദ്യര് പണ്ട് പറഞ്ഞിട്ടുണ്ട്, അരയെന്ന പീഡ പോലെ കുണുങ്ങി നീ നടക്കും, അരളിപ്പൂ മിഴി കൊണ്ടൻ കവിതകൾ കുറിക്കും, അതുകൊണ്ടൻ മനസ്സാകെ പതയ്ക്കും, കരിമിടിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം, പെണ്ണെ അടിവെച്ചു കുടഞ്ഞാടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം, മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം, കടക്കണ്ണിൽ മോന കൊണ്ടും നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാള്, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാള്, എന്നെ കുടുക്കിയ പൂമോളേ. ഞാനിത് പാടിയെന്ന് എഴുതിയിട്ട് ഡിഗ്രി എടുത്ത് യമാനികൾ നാളെ ഇറങ്ങി ജുമയ്ക്ക് പോയി പാടിക്കളയരുത്. നിങ്ങളെപ്പോഴേ കിളിപ്പിറങ്ങി. എൻ്റെത് ഇനി ഇറങ്ങാമൊന്നും ഇല്ലാത്തതുകൊണ്ട് പാടിയതാ. എൻ്റെ കിളിപ്പ് മുഴുവൻ ഇറങ്ങിക്കഴിഞ്ഞതായതുകൊണ്ട് ഇനി എന്തോ ആവാന്നുള്ള രീതിയില്ല. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം. എനിക്കിനിപ്പോൾ ഇതിൽ കൂടുതലൊന്നും വരാനൊന്നുമില്ല, വന്നതൊക്കെ വന്നു. ഇതിനകത്ത് പറയുന്നത് എന്താ? ഒരു പെൺകുട്ടി, അവളുടെ നടത്ത, അവളുടെ രൂപം, അവളുടെ ഭാവം, ഇതൊക്കെ പിശാച് ഒരുക്കി തയ്യാറാക്കി വെക്കുന്നതാണ്. ഒരു വീടിൻ്റെ മുമ്പ് പോയി പിശാച് വിളിക്കുമെന്ന. പിശാച് ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ 2 സ്ഥലത്താണ് ഒളിച്ചിരിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ 2 സ്ഥലത്ത് പിശാച് ഒളിച്ചിരിക്കും. 2 സ്ഥലത്ത്. ഒന്ന് പെണ്ണിൻ്റെ തലയിൽ. അതുകൊണ്ടാണ് ഈ തലമുടി എത്ര ചീകി വെച്ചാലും ഒതുങ്ങാത്തത്. ഇന്ദുലേഖ തേച്ചാലും ക്ലിയർ ആവൂല, നവരത്ന ഓയിൽ തേച്ചാലും ക്ലിയർ ആവൂല. എന്തൊക്കെ ചെയ്തിട്ട് രക്ഷയില്ല. തലമുടിയിൽ പിശാചുണ്ട്. തലമുടിയിൽ പിശാചുള്ളത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അസിനിമത്തിൽ ബുഖത്തിൽ മാഇല, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലകെട്ടി വെക്കുന്ന പെണ്ണിനെ എനിക്ക് വെറുപ്പാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അവൾക്ക് സ്വർഗമില്ല എന്ന് മാത്രമല്ല വലാ യജ്ദിന റീഹഹാ, സ്വർഗത്തിന്റെ പരിമളം പോലും അവൾക്കില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടി കെട്ടി വെക്കാന്ന് പറഞ്ഞാൽ ആദ്യം പണമില്ലാതിരുന്ന സമയത്ത്, പൈസയൊന്നും തീരെ ഇല്ലാതിരിക്കുന്നവർ തലമറയ്ക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയാണ് മറയ്ക്കുക. ഇങ്ങനെ മറയ്ക്കും, ഇങ്ങനെ മറച്ച് ഇവിടെ ഇങ്ങനെ ഒരു പിന്നൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ പൈസ ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടവർ, സുഖമാണോ ഉസ്താദേ? പാവപ്പെട്ടവരാ. അവരുടെ അടയാളം ഇങ്ങനെ മഫ്തയിടും എന്നതാണ്. ഇച്ചിരി പൈസ കൂടിയാലോ പിന്നെ മഫ്തറ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഒരു 7-8 ചുറ്റ് ഇങ്ങനെ തലയിലുണ്ടാവും. അതിനേക്കാളും കുറച്ചുകൂടെ കൂടിയാൽ ഇങ്ങനെയൊക്കെ വന്ന് ഈ ചുറ്റിൻ്റെ കൂടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവിടെ ഇങ്ങനെ ഒരു സാധനം പൊങ്ങി വരും. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത്രയാളെ സ്റ്റേജിൽ ഉണ്ടാകുന്നു, ഞാൻ വെച്ചെല്ലാവരും പോയി എന്നായിരിക്കും. ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരും. ഈ പൊങ്ങിയതിനാണ് മുത്ത റസൂൽ പറഞ്ഞത് കാസിനിമത്തിൽ ബുഹത്തിൽ ഇല, ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ തല കെട്ടി വെക്കുമെന്ന്. ഇത് വെറും തമാശയല്ല, ഇത് വെറും ഒരു തമാശയല്ല. ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ തല ഇങ്ങനെ പൊക്കി വെക്കുക ശരിയല്ലേ? അന്ന് ആ കാലഘട്ടത്തിൽ ഒരു പെണ്ണും അങ്ങനെ കെട്ടൂലായിരുന്നു. പക്ഷെ അള്ളാന്റെ റസൂൽ അന്ന് കണ്ടു മുത്തുനബി. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പെണ്ണങ്ങനെ തലകെട്ടിയാൽ ആ പെണ്ണിന് നരകമാണ്, സ്വർഗത്തിന്റെ പരിമളം പോലുമില്ല. എന്റെ കോഴിക്കോട് ജില്ലയിലെ പെങ്ങളെ, നിനക്കെങ്ങനെ കെട്ടാൻ മനസ്സ് തോന്നിയിട്ടുണ്ടോ? നിന്റെ തലമുടി എങ്ങനെ കെട്ടിവെക്കാൻ നിനക്ക് ആഗ്രഹം വന്നിട്ടുണ്ടോ? നീ എങ്ങനെ കെട്ടിവെക്കുന്നവളാണോ? അത് വേണ്ട മോളെ, അത് വേണ്ട മോളെ. നീ പറയും ഞാൻ എങ്ങനെ കെട്ടുന്നത് കൊണ്ട് റസൂലുള്ളാഹിക്ക് എന്ത് നഷ്ടവാ? ഒരു നഷ്ടവുമില്ല. അള്ളാന്റെ റസൂല് പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ ഒരുപാട് ഭവിഷ്യത്ത് ഈ ദുനിയാവിലുണ്ടാവും. അതുകൊണ്ടല്ലേ മുത്തുനിബിതങ്ങളെ പലർക്കും വെറുപ്പായത്, മുത്തുനിബിതങ്ങളെ പലർക്കും വെറുപ്പായത് കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി ഏത് പത്രം എഴുതിയാലും, ഏത് നേതാവ് പ്രസംഗിച്ചാലും, ഏത് ചാനൽ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്താലും, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിൽ ഒരു അംശം പോലും കുറയുമെന്ന് ആരും കരുതണ്ട. എൻ്റെ വീട്ടിൽ എൻ്റെ 4 മക്കളുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ജോലി മാതൃഭൂമി പത്രം എവിടെ കാണുന്നോ വലിച്ചു കീറല. വേറെ ജോലി ഒന്നും അവർക്ക് ഇത് തന്നെ ജോലി. രാവിലെ എഴുന്നേൽക്കുക, എവിടെ കണ്ടാലും എറിയുക, എവിടെ കണ്ടാലും കീറിയത് തന്നെ. അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾക്ക് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പ്രവാചക സ്നേഹം. അതങ്ങനെ മുദ്രാവാക്യം വിളിക്കാനും സമരം നടത്താനും മാത്രം പഠിച്ചാൽ പോരാ. എന്റെ പെണ്ണോ, എന്റെ ആണ്, ആരംഭ റസൂൽ അടുക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ വ്യഭിചാരത്തിന്റെ ഒരു മേഖലയിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കടന്നു ചെല്ലാൻ പാടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളാകുമ്പോൾ ഇങ്ങനെ പല കോലങ്ങളും പല രൂപങ്ങളും പല ഭാവങ്ങളും ഉണ്ടാവും. മുത്ത റസൂൽ പറഞ്ഞു, മാമിൻ ദംബിൻ ബഅദ ശിർകി അഅ്ലമു മിൻ നുത്ഫത്തിൻ വലഅഹാ റജുലുൻ ഫീ റഹിമിൻ ലാ യഹല്ലു ലഹു. അനുവദനീയമല്ലാത്ത ഗർഭാശയത്തിലേക്ക് ഒരു പുരുഷന്റെ ബീജത്തെ നിക്ഷേപിക്കലാണ് ശിർക്ക് എന്ന പാതകം കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹിലൂടെ ഖബൽതുമിക നിക്കാഹ വ തസ്വീജഹ എന്ന് പറഞ്ഞ് ഭാര്യയുടെ വലിയിൽ നിന്ന് നിക്കാഹ് സ്വീകരിച്ച പെണ്ണ് സ്വീകരിച്ചവന് നിന്നല്ലാതെ മോശമായ രീതിയിൽ മറ്റ് ബന്ധങ്ങളിലൂടെ അവന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ശിർക്കിനെക്കാളും വലിയ പാപമാണ് അവൻ ചെയ്യുന്നത്. മാത്രമല്ല, ആ പാപം ചെയ്യുമ്പോൾ അല്ലാഹു പടച്ചതമ്പുരാ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ നഷ്ടം എന്തെന്നറിയോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, മൻസനാ നസ അല്ലാഹു നൂറൽ ഈമാൻ. ആരെങ്കിലും വ്യഭിചരിച്ചു പോയാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ പ്രകാശത്തെ അല്ലാഹു ഊരിമാറ്റുന്നതാ. ഈമാന്റെ പ്രകാശത്തെ അല്ലാഹു ഊരിമാറ്റുന്നതാ. എന്റെ യമാനിയാടെ മുറ്റത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തേ,
ആ ഈമാനിന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാനല്ലേ മഹാന്മാര് ശ്രദ്ധിക്കുന്നത്, സൂഫിയാക്കൾ ചിന്തിക്കുന്നത്. ഇന്നലെ ഇവിടെ വന്ന് ഒരുപാട് സമയം നിങ്ങളോട് സംസാരിച്ച ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് എന്തുകൊണ്ടാണ് അത്ര സൂക്ഷ്മതയോടെ ജീവിക്കുന്നത്? ഖൽബിനകത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഈമാന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. മലപ്പുറം ജില്ലയുടെ കുളത്തൂര് ഞാനൊരു കല്യാണത്തിന് പോലെ അവിടെയുള്ള സഹോദരങ്ങളൊക്കെ പറഞ്ഞു, അത്തിപ്പറ്റ ഉസ്താദ് ഇപ്പൊ വരുമ്പാക്കലിയത് കഴിഞ്ഞിട്ട് പോകാം. ഉസ്താദ് വരുന്നു നിറഞ്ഞപ്പോ വല്ലാത്ത സന്തോഷം തോന്നി. ഉസ്താദിനോടൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കുമ്പോ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരൽപ്പം പാല് ഞങ്ങളുടെ കയ്യിലേക്ക് തരുമല്ലോ സന്തോഷത്തോടെ കാത്തിരുന്നു. ബഹുമാനപ്പെട്ടവർ വന്നിറങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഈത്തപ്പഴം മതി. അള്ളാഹുവെ, പെട്ടെന്ന് പെണ്ണിന്റെ ഉപ്പ പോലെ കുറച്ച് ഈത്തപ്പഴം കൊണ്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഒരു ഈത്തപ്പഴം എടുത്ത് കഴിച്ചു, ബാക്കിയുള്ളതെല്ലാവർക്കും വിതരണം നടത്തി. ഒന്ന് കിട്ടാ ആ കല്യാണ വീട്ടിൽ വന്ന മുഴുവൻ ആളുകളും തിക്കും തിരക്കും കൂട്ടുമ്പോ ഉസ്താദ് കടിച്ച ഈത്തപ്പഴത്തിന്റെ ഒരു ഉസ്താദിന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി വെക്കുകയാണ്. ഞാൻ അടുത്ത് ചെന്നിട്ട് കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഞാൻ കളഞ്ഞേക്കാം, ഇങ്ങ തരൂ. ഉസ്താദ് വന്നില്ല. ഉസ്താദിനോട് പലരും ചെന്ന് ചോദിച്ചു, ഉസ്താദ് കൊടുത്തില്ല. അല്ലാഹുവേ, അവസാനം ഉസ്താദിന്റെ വണ്ടി ഓടിച്ച സഹോദരനോട് ഞാൻ ചോദിച്ചതാണ്, ഉസ്താദ് ആ ഈത്തപ്പഴത്തിന്റെ കുരു എന്താ ചെയ്തു പോയത്? ബഹുമാനപ്പെട്ടവരെന്താ ചെയ്തതെന്നറിയോ? കല്യാണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ ഈത്തപ്പഴത്തിന്റെ ഒരു സ്വന്തം പോക്കറ്റിലേക്ക് ഇടുകയാണ്. വാഹനത്തിൽ നിന്ന് യാത്ര പോകുമ്പോ ഇടതു ഭാഗത്തേക്ക് നീ കളയുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ യമാനയാണ് പിരിമുറ്റത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അവരെന്തിനാണ് അങ്ങനെ ശ്രദ്ധിക്കുന്നതെന്നറിയോ? അവരെന്തിനാണ് അങ്ങനെ സൂക്ഷിക്കുന്നതെന്നറിയോ? ഖൽബിലെ ഈമാനിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് കമ്പോളത്തിൽ പോയി ഒരു കവർ കൊണ്ടുപോയി മീൻചന്തയിൽ പോയി കാത്തിരുന്ന ബഹുമാനപ്പെട്ട സീനിൽ ഉലമ എന്തിനാണ് കമ്പോളത്തിൽ പോകുന്നത്? സ്വർണ്ണ മത്സ്യത്തെ കൊണ്ടു കൊടുക്കാന്. ഈ കേരളത്തിന്റെ മണ്ണിൽ നൂറുകണക്കാറ് ചെറുപ്പക്കാരുണ്ടല്ലോ. പക്ഷേ പോരെന്തിനാണ്? ഖൽബിന്റെ അല്ലാഹു തെളിച്ചു കൊടുത്തിരിക്കുന്ന ഈമാനിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അവർക്ക് ആ പ്രകാശത്തോടെ മൺമറഞ്ഞു പോയത്. അതുകൊണ്ടാണ് അവർക്ക് ആ പ്രഭയോടെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് ആ പ്രകാശത്തെ കൽവിന്റെ അകത്ത് ആവാഹിച്ചെടുത്തിട്ട് ആ മുഖത്ത് 2.5 വയസ്സുള്ള കുഞ്ഞിന്റെ പുഞ്ചിരി പോലെ അവരൊക്കെ മരിച്ചു കിടന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഈമാനിന്റെ പ്രകാശം കൊണ്ടാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിങ്ങൾ ആരെങ്കിലും വ്യഭിചരിച്ചു പോയാൽ, വ്യഭിചാരത്തിന്റെ ചിന്തയിലേക്ക് നിങ്ങൾ കടന്നാൽ, നസഅല്ലാഹു നൂറൽ ഈമാന്റെ പ്രകാശം അല്ലാഹു ഊരിയെടുക്കുന്നതാ. എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ, ഖബറിന്റെ അകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചാൽ 5-ാമത്തെ ദിവസം പുഴുക്കൾ വയറ്റിന്റെ അകത്ത് നിന്ന് പുറത്തു വരുമെന്നാണ്. 3-ാമത്തെ ദിവസം കണ്ണ് പുറത്തേക്ക് വരുമെന്നാണ്. തേളും ചിതലും പുഴുക്കളും പാമ്പുമല്ല നിന്റെ ശരീരത്തെ കുത്തിവലിക്കുമെന്നാണ്. ഈമാന്റെ പ്രഭയോടെ, ഈമാന്റെ പ്രകാശത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയാൽ സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ അകത്ത് നല്ല സ്വീകരണമാണ്. വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അറാമിന്റെ സുന്ദരികളാറ് പെൺകുട്ടികളെ ആവാഹിച്ചെടുക്കാൻ മനസ്സ് കാണിക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നിന്റെ ഈമാന്റെ പ്രകാശം കൽബിന്ന് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചോ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങൾക്ക് ഈമാന്റെ പ്രഭ തരണയല്ല, ഈമാന്റെ പ്രകാശം തരണയല്ല. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ബാബി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ സ്നേഹമുള്ള അടിമകളിലേക്ക് ചേർന്നു, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാന്റെ മാലാഖമാര് സന്തോഷത്തിന്റെ സോഹരഗാനം പാടുന്ന മയ്യത്താകാനുള്ള മഹാഭാഗ്യം അറിവിന്റെ അക്ഷരമുറ്റത്ത് പടച്ചവനെ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഭാഗ്യം തരണയല്ല. ഈമാന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്തയിൽ ജീവിച്ച ഒരുപാട് മഹത്തുക്കളുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാന്റെ മനോഹരമായ ചരിത്രം പറയാൻ പോകുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈമാന്റെ ഏറ്റവും വലിയ പ്രകാശം അറിവാണ്. അള്ളാഹുവിന്റെ ഇൽമ് അള്ളാഹിന്റെ പ്രകാശമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ ഉസ്താദ് എന്നറിയപ്പെടുന്ന മഹാനുഭാവനെ ശംസുൽ ഉലമ എന്ന് പേര് കിട്ടിയത്. ഉലമാക്കളുടെ സൂര്യൻ എന്നാണ് ആ പേര്. അത്
ആ പേര് കൊടുക്കാൻ കാരണം അത്ര പ്രകാശം അദ്ദേഹത്തിൻ്റെ ഖൽബിലുണ്ടായിരുന്നു, ഈമാന്റെ പ്രകാശം. ആ പ്രകാശത്തിൻ്റെ ഒരു അംശമാണ് യമാനിയാടെ മുറ്റത്ത് വീണ് തുളുമ്പി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകാശത്തെ സഹായിക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിലെ ഈമാന്റെ പ്രകാശം ഒരിക്കലും ഒരംശം പോലും നീ ഊരിയെടുത്ത് കളയരുതല്ല എന്ന നിയ്യത്തിലാണ് യമാനിയക്ക് വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കൈനീട്ടുമ്പോൾ അൽഹംദുലില്ലാ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിയ്യത്തിന് പകരമാണ്. അല്ലാഹുവേ, യമാനിയായുടെ തിരുമുറ്റത്ത് ഇവിടുത്തെ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട മക്കളെ സഹായിക്കാൻ ഇവിടെ ഇനി മെയ് മാസത്തിൽ 40ഓളം കുട്ടികൾക്ക് പുതിയ അഡ്മിഷൻ കൊടുക്കുമ്പോൾ അതിനുള്ള സൗകര്യവും സംവിധാനവും ഇവിടെ കുറവാണ്. അപ്പോൾ അതിനിവിടെ സൗകര്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്വതക്ക ചെയ്യുമ്പോൾ അതിന് പകരം ഞങ്ങളുടെ ഖൽബിൽ ഈമാന്റെ പ്രഭയും പ്രകാശവും നീ തരണ റബ്ബേ എന്ന നിയ്യത്തിലായിരിക്കട്ടെ ഇന്നത്തെ സ്വതക്ക. അള്ളാഹു തൗഫീഖ് തരട്ടെ. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായ ഈമാനിൻ്റെ പ്രഭയെ കാത്തുസൂക്ഷിച്ച ഒരു ചരിത്രമാണ് പറയാൻ പോകുന്നത്. ഒരു ബക്കറ്റ് കൊണ്ടുവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 3 സലാത്തും ചൊല്ലിക്കോ. ബി ഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, പടച്ചവനെ ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സ്വതക്ക ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവോർക്ക് സഹാരം ചൊരിയണേ റഹ്മാനെ. അല്ലാഹുവോടെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണേ തമ്പുരാനെ. 100, 200, 500 ഈ ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നവർക്ക് ഈ സ്ഥാപനത്തിന്റെ പൊരുത്തം നീ കൊടുക്കണേ അല്ലാ. ഈ മക്കളെ സഹായിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് കരുണക്കടലായ പടച്ചവനെ, ഞങ്ങളുടെ ഖൽബിലെ ഈമാനിനെ നീ കാത്തു സൂക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബിന്റെ ഈമാനിന്റെ പ്രഭ നീ നിറച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിലെ ഈമാൻ നീ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ല തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബിലെ ഈമാനിന്റെ മാധുര്യം ഞങ്ങൾക്ക് നുകരാനുള്ള സൗഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ സ്വർഗീയാരാമത്തിൽ തടിച്ചുകൂടിയവരുടെ ബറക്കത്ത് കൊണ്ട് 100, 200, 500, 1000 ഈ സ്ഥാപനത്തെ സഹായിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ പറഞ്ഞ ഇൽമിന്റെ മക്കളെ സഹായിക്കുമ്പോൾ 10 ലക്ഷമാണ് കൂലി എന്ന് പറഞ്ഞ ഹദീസിന്റെ വെളിച്ചത്തിലല്ലാ ഈ സ്വതക്കയ്ക്ക് 10 ലക്ഷത്തിന്റെ പുണ്യം നീ കൊടുക്കണേ അല്ലാ. സ്വല്ലി അലൻ നബി മുഹമ്മദ്. എല്ലാവരും ചെയ്തു കൊടുക്ക്. സഹോദരിമാർ പേഴ്സിന്ന് കിലിക്കൊക്കെ എടുക്കണം, ആ കിലിക്കൊക്കെ മാറ്റണം. നല്ല കാര്യമായ സ്വതക്ക ഇട്ട് കൊടുക്കണം. 500, 1000 ഒക്കെ ഇട്ട് കൊടുക്കുക. അള്ളാഹു താല സഹായിക്കട്ടെ, അള്ളാഹു താല വിജയിപ്പിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും ചെയ്തു കൊടുക്കുക. നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇനി സ്ഥാപനത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അഭിമാനത്തോടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, അല്ലേ? ഇതുപോലെ എത്ര സ്ഥാപനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് സ്ഥലത്ത് യമാനിയക്ക് വേണ്ടി സ്ഥലം കൊടുക്കാൻ ആളുകൾ തയ്യാറായിരിക്കാൻ. പക്ഷെ അവിടെയും ഇതുപോലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് കിട്ടണം. അവിടെയും ഇതുപോലെ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. മക്കളൊക്കെ ധാരാളം മക്കൾ പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ആ സനതെടുത്തിരിക്കുന്ന കോട്ടിട്ടിരിക്കുന്നവരുടെ മുമ്പ് ബക്കറ്റ് കൊണ്ടുപോകാതെ പുറകിലിരിക്കുന്നവരുടെ മുമ്പ് കൊണ്ടുപോകേ. അവരിനി 2 വർഷം കൂടെ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ തരാൻ പറ്റുള്ളൂ. ഇപ്പോഴേ കൊണ്ടുപോയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരുടെ മുമ്പിൽ വേഗാവട്ടെ. അൽഹംദുലില്ലാ, ഇവിടെ സാധാരണ പ്രസംഗ സദസ്സ് പോലെയല്ല. മുത്തഅല്ലിമീങ്ങളാണ് വരുന്നതെന്ന് ഓർമ്മ കൂടി വേണം. മുത്തഅല്ലിമീങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ബക്കറ്റുമായി വരുന്നത് എന്ന പൂർണ്ണമായ ബോധവും ഓർമ്മയും നമുക്കുണ്ടാവണം. അപ്പം നമ്മുടെ സമ്പത്ത് നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഒരു മുത്തഅല്ലിമിൻ്റെ കയ്യിലേക്കാണ് എന്ന ബോധമുണ്ടാവണം. അൽഹംദുലില്ലാ, ഈ സ്ഥാപനത്തിന് യാതൊരുവിധ അലങ്കോലവുമില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട ഗുരുനാഥന്മാരും സയ്യിദന്മാരും ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങളും അതുപോലെ ഒരുപാട് സാദാത്യങ്ങൾ ഈ സദസ്സിൽ വന്ന് പൊരുത്തത്തോടുകൂടി ഇറങ്ങിപ്പോകുന്നത്. ഒരു നാണയത്തുട്ടിൻ്റെ വിഷയത്തിൽ ഒരു അഴിമതി ഈ സ്ഥാപനത്തിനോ കമ്മിറ്റിയിലോ ഇതിൻ്റെ പ്രവർത്തനത്തിലോ ഇല്ല. 10-16 കൊല്ലം കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ ഭവനത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റിയ ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ഈ മനോഹരമായ സ്ഥാപനം അൽഹംദുലില്ലാ നടന്നു പോകണം. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആ ചരിത്രത്തിലേക്കൊന്ന് കിടക്കാൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു അനഹു ഖറജ മിനൽ മദീനത്തി ഹജ്ജൻ. മദീനയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി അദ്ദേഹം മക്കത്തേക്ക് തിരിക്കാൻ. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. ഈമാനിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി പറഞ്ഞതാ. മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് അദ്ദേഹം, മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് അദ്ദേഹം അൽഹംദുലില്ലാ ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ.
കൂടെ ഒരു പ്രിയപ്പെട്ട സഹോദരനും ഉണ്ടായിരുന്നു, ഈമാനുള്ള സോലിഹായ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടിയിട്ട് മക്കത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നത്തെ പോലെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നുമില്ല. വനാന്തരത്തിന്റെ ഉള്ളറയിലൂടെ യാത്ര ചെയ്തു പോകണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെ വന്ന സഹോദരൻ പറയാണ്, തങ്ങളെ, നിങ്ങളിവിടെ കുറച്ച് വിശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലത്ത് കുറെ കമ്പോളങ്ങളുണ്ട്, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഞാൻ എന്തെങ്കിലും തയ്യാറാക്കി മടങ്ങി വരാമെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല മനോഹരമായ ടെന്റ് ഒരുക്കുകയാണ്. തന്റെ കൂട്ടാളി കമ്പോളത്തിലേക്ക് ഭക്ഷണ സാധനം തയ്യാറാക്കാൻ വേണ്ടി കടന്നുപോയിരിക്കുകയാ. ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല അൻഹു ആ മനോഹരമായ ടെന്റിന്റെ അകത്തിരിക്കുമ്പോൾ ബസറത്ത് അറാബിയത്തു മിനൽ ജബലി, ആ ടെന്റിന്റെ മുൻവശത്തുള്ള വലിയ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി താഴേക്ക് ഇറങ്ങി വരികയാണ്. അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി താഴേക്ക് ഇറങ്ങി വരികയാ. ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ആ സുന്ദരിയായ പെണ്ണ് ഇറങ്ങി വരുമ്പോൾ സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല ടെന്റിന്റെ അകത്ത് തടിച്ചുകൂടിയിരിക്കുമ്പോ അല്ലാഹുവേ, ആ സുന്ദരിയായ പെണ്ണ് സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭവനത്തിന്റെ മുമ്പിൽ വരികയാ. ബഹുമാനപ്പെട്ടവർ കരുതി ഭക്ഷണത്തിന് വന്നതാണെന്ന് ഭക്ഷണം കരുതി വന്നതാണെന്ന് കരുതി ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയോട് പറഞ്ഞു, പൊന്നുമോളെ, കുറച്ച് താമസമുണ്ട്, ആ കൂട്ടുകാരൻ വന്നോട്ടെ. ആ സമയത്ത് സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പെണ്ണ് പറയുകയാ, ഞാൻ ഭക്ഷണത്തിന് വേണ്ടി വന്നവളല്ല, എനിക്ക് വേണ്ടത് നിങ്ങളുടെ ശരീരമാണ്, എനിക്ക് വേണ്ടത് നിങ്ങളുടെ സൗന്ദര്യമാ, എനിക്ക് വേണ്ടത് നിങ്ങളുടെ ശരീരമാ, ഞാൻ ഭക്ഷണത്തിന് വേണ്ടി വന്നവളല്ല എന്ന് ആ പെൺകുട്ടി പറയുമ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാ. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിലിരിക്കുന്ന വാള് വലിച്ചൂരിയെടുക്കുകയാ. എന്നിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, ജഹ്സകി ഇലയ്യ ഇബ്ലീസ്, ജഹ്സകി ഇലയ്യ ഇബ്ലീസ്. അല്ലയോ പെണ്ണേ, ഇബ്ലീസാണ് നിന്നെ എന്തെടുത്തേക്ക് പറഞ്ഞു വിട്ടത്, കടന്നു വെക്കോ. ഇനി ഒരു സെക്കൻഡ് എന്റെ മുമ്പിൽ നിന്നാല് നിന്റെ ശിരസറ്റ് പോലെ കവന്തത്തെ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തേക്ക് ഈ സുലൈമാൻ ബിൻ യസാർ കാലുകൊണ്ട് തട്ടിയുരുട്ടുമെന്ന് പ്രഖ്യാപനം നടത്തിയപ്പോ ആ പെൺകുട്ടി ഇറങ്ങിപ്പോകുകയാണ്. ബഹുമാനപ്പെട്ടവർ അവിടെ ഇരുന്നുകൊണ്ട് കരയുകയാ. ഒരു പെൺകുട്ടിയുടെ മിസ്കോളിന് വേണ്ടി കാത്തിരിക്കുന്ന കോഴിക്കോട് ജില്ലക്കാരാ, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കോഴിക്കോട് ജില്ലക്കാരാ, ക്യാമ്പസിന്റെ മുമ്പ് പല പ്രാവശ്യം പോയി കറങ്ങി നടന്നിട്ട് എന്റെ പൊന്നോമനെ കണ്ടില്ലല്ലോ, എന്റെ കാമുകയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് സന്തോഷം പങ്കിടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടിയുള്ളവനങ്ങനെ ചിന്തിക്കൂല, പടച്ചോന് പേടിയുള്ളവനങ്ങനെ ആലോചിക്കൂല. സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. എന്തിനാ കരഞ്ഞെന്നറിയോ? അല്ലാഹുവേ, ഞാൻ ചതിക്കുഴിയിൽ വീണുപോയില്ലല്ലോ, ആ പെണ്ണിന്റെ ചതിക്കുഴിയിൽ ഞാൻ വീണുപോയില്ലല്ലോ. ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്റെ കൂട്ടുകാരൻ കമ്പോളത്തിൽ നിന്ന് ചരക്കുകൾ വാങ്ങി മടങ്ങി വരികയാണ്. എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു അൻഹു തുറന്നു പറയുന്നില്ല. തുറന്നു പറഞ്ഞാ പ്രതിഫലം കുറയുമല്ലോ, അതുകൊണ്ട് പറഞ്ഞില്ല. സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ ഭാര്യയും മക്കളെയും പിരിഞ്ഞിരിക്കുന്നതിന്റെ സങ്കടമാണ്. വന്നയാൾ പറഞ്ഞു, ഒരിക്കലുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെ അല്ലാഹുവിന് വേണ്ടി പിരിയാനൊരു മടിയില്ലാത്തവനാണ്. എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ഉറപ്പ് പറയണമെന്നോട്. ആ സമയത്ത് സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു അൻഹു നടന്ന സംഭവം പറയുകയാണ്. നടന്ന സംഭവം പറഞ്ഞപ്പോ വന്ന കൂട്ടുകാരൻ പിന്നെ കരയാൻ തുടങ്ങി. സുലൈമാൻ ബിൻ യസാർ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ആ സമയത്ത് പറയുന്നത്, അന്നീലൗ കുന്തു മക്കാനക ലമാ സ്വബർതു അൻഹാ, തങ്ങളെ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ മുമ്പിലാണ് ആ സുന്ദരിയായ പെണ്ണിറങ്ങി വന്നിരുന്നതെങ്കിൽ ഒരുപക്ഷേ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലായിരുന്നു തങ്ങളെ.
എനിക്ക് നിങ്ങളുടെ ഈമാനില്ലല്ലോ, എനിക്ക് നിങ്ങളുടെ ഈമാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അതെല്ലാം കിടന്ന് രണ്ടുപേരും കൂടി മക്കത്ത് പോകുന്നു. രണ്ടുപേരും സൈ ചെയ്യുകയാണ്. അവസാനം അതാ കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് കടന്നു വരുമ്പോ കാണാൻ അഴകുള്ള സുന്ദരനാര സുമുഖനാര ഒരു ചെറുപ്പക്കാരൻ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിൽക്കുകയാ. സുലൈമാൻ ഇബ്നു സാർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, വന്നെന്താ നിങ്ങൾ ആരാ? വന്നയാൾ പറയുന്നു, അന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, ഞാൻ യൂസുഫ് നബിയാണ്, ഞാൻ യൂസുഫ് നബിയാണ്. സുലൈമാൻ ഇബ്നു സാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു സാറിനോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ എന്റെ സുലേഖ എന്ന സുന്ദരിയാറ് പെണ്ണിന്റെ ചതിക്കുഴിയിൽ വീടാറ് പടച്ചതമ്പുരാനെ സൂക്ഷിച്ചപ്പോ എനിക്ക് അല്ലാഹു തന്നത് വലിയ വലിയ മഹത്വമാണ്, വലിയ വലിയ നേട്ടമാണ്. അതുപോലെ നിനക്കും വലിയ നേട്ടമുണ്ടെന്ന് മുന്നറിയിപ്പ് തരാ. ഞാൻ നിന്നെ കാണാമെന്നതാണെന്ന് സൗന്ദര്യത്തിന്റെ പ്രഭാകേതമായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുമ്പോ, എന്റെ കോഴിക്കോട് ജില്ലയിലെ പെങ്ങളെ, എന്റെ കോഴിക്കോട് ജില്ലയിലെ ചെറുപ്പക്കാരാ, ഒരു പെണ്ണിന്റെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ഒരു ആണിന്റെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ കാണാൻ പോകുന്നത് യൂസുഫ് നബിയല്ല, യാക്കൂബ് നബിയല്ല, ഇബ്രാഹിം നബിയല്ല. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂ ബൽ വഅസ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. നമ്മൾ കാണാൻ പോകുന്നത് മുത്തുറസൂലിനെയാണ്. ഹറാമായ രംഗത്തിൽ നിന്ന് ഒളിച്ചോടിയവരെ, ഒരു പെണ്ണിന്റെ ചിത്രത്തിൽ നിന്ന്, ചിന്തയിൽ നിന്ന്, രൂപത്തിൽ നിന്ന്, ഭാവത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാറി ചിന്തിച്ചവരെ നിങ്ങൾ കാണാൻ പോകുന്നത് ആരംഭ റസൂലിന്റെ ഭൂനിലാവിന്റെ പുണ്യമുഖമാണ്. പടച്ചവനെ, ഞങ്ങൾക്കതിന് ഭാഗ്യം തരണയല്ല, ഞങ്ങൾക്കതിന് ഭാഗ്യം തരണയല്ല. ഏറ്റവും അധികം അതിന് ഭാഗ്യം ലഭിക്കുന്ന യമാനിയാരുടെ തിരുമുറ്റത്താണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന പൂർണ്ണമായ ബോധം ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ വീണ്ടും വീണ്ടും ഈ സൗഭാഗ്യത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണയല്ല. ഏറ്റവും അധികം പ്രവാചകനെ സ്വപ്നം കണ്ട ചെറിയ പ്രായത്തില് ഏറ്റവും അധികം പ്രവാചകനെ സ്വപ്നം കണ്ട ഒരു മഹാനുഭാവനാണ് ഇമാമന ശാഫി റളിയല്ലാഹു അൻഹു. ഏറ്റവും അധികം പ്രാവശ്യം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രവാചകരെ സ്വപ്നം കണ്ടിട്ട് ഇമാമന ശാഫി റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ്? ഇൽമിന്റെ പ്രകാശം കൽബിലുള്ളത് കൊണ്ടാണ്, ഇൽമിന്റെ പ്രഭ കൽബിലുള്ളത് കൊണ്ടാണ്. 7ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി അറിവിന്റെ താടികക്കൂടം താണ്ടിപ്പോയ ബഹുമാനപ്പെട്ട ഇമാം ശാഫി റളിയല്ലാഹു അൻഹു ഏറ്റവും അധികം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഏറ്റവും അധികം മുത്തുറസൂലിനെ സ്വപ്നം കണ്ടവരാണ്. അറിവിന്റെ വടിയെ സഹായിച്ചാലും പുണ്യം കിട്ടുന്നവരാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ഹമ്മാദ് ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന ചരിത്രം നിങ്ങൾക്കറിയാം. ഹമ്മാദ് ഉസ്താദ് എന്നറിയപ്പെടുന്ന ഒരു വലിയ മഹാനാണ്. ആ ബഹുമാനപ്പെട്ട ഹമ്മാദ് ഉസ്താദിനെ ആ നാട്ടിലുള്ള സമ്പന്നവർഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം ഉസ്താദെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ വരാം, ഡേറ്റൊക്കെ എഴുതിയിട്ടു. പക്ഷെ അന്ന് പോകാൻ കഴിഞ്ഞില്ല. അന്ന് ഉസ്താദിന് എന്തോ തിരക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവരെന്ന് തൻ്റെ ശിഷ്യനായ കൊച്ചുകുട്ടിയായ മുഹീദ്ദീൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുഹീദ്ദീനെ, എന്നെ ഒരു സ്ഥലത്തേക്ക് സദ്യക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, വിരുന്നിന്, എനിക്ക് വരാൻ കഴിയില്ല, മോനൊന്ന് പോകണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അവിടെ എത്തിയപ്പോൾ നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് മുമ്പിൽ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത്. ധാരാളം നല്ല രുചികരമായ ഭക്ഷണമാണ്. ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിച്ചു. തിരിച്ചതുപോലെ ഇറങ്ങി അസ്സലാമു അലൈക്കും ഞാൻ പോവാണെന്ന് പറഞ്ഞ് നടന്നു വന്നു. അപ്പോൾ ഈ സമ്പന്നനായ മനുഷ്യൻ്റെ മനസ്സിലൊരു സങ്കടം. ഒരു ദുആ പോലും ചെയ്തില്ലല്ലോ, ഒരു അൽഹംദുലില്ലാ പോലും പറഞ്ഞില്ലല്ലോ, പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ലല്ലോ. ഭക്ഷണം കൊടുത്താലും മനസ്സിലൊരു തൃപ്തിയില്ല. ഇന്ന് എത്ര ഉസ്താദുമാർ, എത്ര സയ്യിദന്മാർ, എത്ര സാദാത്യങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് ദുആരുന്നു. വലിയ ഭാഗ്യമല്ലേ കിട്ടിയത്. വെള്ളം കുടിച്ചിട്ട് പോണൊരു ഒരു ദുആ, ഭക്ഷണം കഴിച്ചിട്ട് പോണൊരു ഒരു ദുആ, കാണാൻ ചെന്നിട്ട് പോണൊരു ദുആ. വലിയ വറക്കത്ത് തന്നെ അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. അപ്പോൾ ഇദ്ദേഹം ഒരു ദുആയും ചെയ്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് മനസ്സിന് റാഹത്തായില്ല. സഹോദരിമാരൊക്കെ പറയൂലേ, ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു നല്ല വാക്ക് പോലും പറയാതെ അയാൾ ഇറങ്ങിപ്പോയല്ലോ എന്ന് പറയും. അപ്പോൾ 2ാമത്തെ ദിവസം ഒന്നുകൂടി ഭക്ഷണം തയ്യാറാക്കിയിട്ട് ഉസ്താദിനെ പോയി വിളിച്ചു. അന്നത്തെ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അധികാരികളെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയി താങ്ങി നിൽക്കൂല, അങ്ങനെയൊന്നും പോവില്ല. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ അബൂദാബി പോയപ്പോൾ
ഒരു പലിശ സാമ്രാട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചു അത്രേ, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ. ഒന്ന് സന്ദർശനം നടത്തിപ്പോയാൽ കേരളത്തിലെ സമസ്തയുടെ സ്ഥാപനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടും എന്ന് കൂടെയുള്ള പ്രവർത്തകർ പറഞ്ഞു. ഉസ്താദ് ഒന്ന് പോയാലോ? ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ കണ്ണുനീരോടെ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ ആവാമെങ്കിൽ എനിക്ക് നേരത്തെ ആയിക്കൂടായിരുന്നോ? ഒന്നും ചെയ്യൂല. അതായിരുന്നു കറകളഞ്ഞ പാണ്ഡിത്യത്തിൻ്റെ ഉടമകൾ. അള്ളാഹുയുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തരട്ടെ. അങ്ങനെയുള്ളവരാക്കി തന്നെ സമസ്തയുടെ ജാമിയിൽ നിന്നൊക്കെ, പിന്നെ ദാറുൽ ഹുദയിൽ നിന്നൊക്കെ, യമാനിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന മക്കളും അങ്ങനെ ആ പാതയിലൂടെ സമ്പന്ന വർഗത്തിന് മുന്നിൽ ആദർശം പണയം വെക്കാത്ത കരുത്തുറ്റ ഈമാനിൻ്റെ മക്കളാക്കി അള്ളാഹു അവരെയും നമ്മയും അള്ളാഹു മാറ്റുമാറാകട്ടെ. രണ്ടാമത്തെ ദിവസവും വന്ന് വിളിച്ചു. ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കാം. ഉസ്താദിന് എന്തെങ്കിലും തിരക്കായിരിക്കും, ഉസ്താദ് പോയില്ല. ഉസ്താദ് പറഞ്ഞു, മൊഹീദ്ദീനെ, രണ്ടാമത്തെ ദിവസവും ഏറ്റവും അടുപ്പമുള്ളവരായിട്ടാണ് വിളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞുവിടെ, ഏറ്റവും അടുപ്പമുള്ളവരോടാണ് പറഞ്ഞുവിടെ. മൊഹീദ്ദീനെ വിളിച്ചു വന്നു. മൊഹീദ്ദീൻ ശൈഖിന് ആകെ ചെറിയ പ്രായം മുതലേ സൗഭാഗ്യം തന്നെ, നല്ല ഭക്ഷണം കിട്ടുക. ഇന്നത്തെ ദാസിലെ ഭക്ഷണമൊക്കെ രാജാക്കന്മാർ കഴിക്കുന്ന ഭക്ഷണം, ഇന്ന് കോളേജിലെ ഭക്ഷണമൊക്കെ. യമാനിയിൽ നല്ല ഭക്ഷണമല്ലേ ഉസ്താദ് കൊടുക്കുക? ആരും ഉസ്താദ് പറയാൻ കഴിയുമോ? കാരണം കുട്ടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കില്ല. രുചികരമായ അടിപൊളി ഭക്ഷണമെന്ന് പറയാൻ പറ്റൂ? ഓടി നടന്ന് എത്ര ആളുടെ മുന്നിൽ കൈനീട്ടിട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്നറിയോ? അതുകൊണ്ട് മോശമല്ല എന്ന് പറയുള്ളൂ. ഒരുപാട് സ്ഥാപനങ്ങളിൽ ഭക്ഷണമൊക്കെ മാറി സഹോദരിമാരെ. ഞാൻ പൊട്ടച്ചർ അൻവരി അറബി കോളേജിൽ പഠിക്കുമ്പോൾ, അതും സമസ്തയുടെ സ്ഥാപനമാണല്ലോ, അവിടുത്തെ ക്യാൻറ്റീനിൽ ഒരു വലിയ ചെമ്പിനകത്ത് മീൻകറി വെച്ചാൽ, ആഴ്ചയിൽ ഒരു ദിവസം മീൻകറി ഉണ്ടാവുള്ളൂ. വലിയ ചെമ്പിനകത്ത് മീൻകറി വെച്ചാൽ ഒരു 10 ചാള ഉണ്ടാവും. ചാള എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആസാദിന് മനസ്സിലായോ? ചെറിയ നീളമുള്ള, അറിയില്ല? ഇവിടെ അങ്ങനെ പറയില്ല. മത്തി, മത്തി ചാള വേറെ സൈസ് ഉണ്ട്. അപ്പോൾ ഈ മത്തി ഇങ്ങനെ ഒരു 10 ഉണ്ടാവും വലിയ ചെമ്പിനകത്ത്. പിന്നെ ചുമന്ന കുറേ പിന്നെ പൊടിയിട്ട് കറിയാണ്, വേറെ ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്. അതിങ്ങനെ കോരിയെടുക്കുമ്പോൾ, ഈ കോരി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ മത്തി ഉണ്ടാവും. പക്ഷെ ഒഴിക്കുമ്പോൾ മത്തി അതിൽ തന്നെ ഇരിക്കും, ചാറ് അതിൽ വീഴുകയും ചെയ്യും. അങ്ങനെ കാണിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യാൻറ്റീനിൽ ഇങ്ങനെ വരി ആ പാത്രം കൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ പറയും, ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു എനിക്കെന്നെ കിട്ടണ റബ്ബ്, എനിക്കെന്നെ കിട്ടണ അല്ലാഹ്, എനിക്കെന്നെ കിട്ടണ അല്ലാഹ്. വല്ലാഹി ഒക്കെ വെറുതെ പറയണമെന്നല്ല. അവിടുത്തെ എല്ലാം അറിവിൻ്റെ രാജാവായിരുന്നു ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദ്. എന്തൊരു വിനയമാണ് അവരൊക്കെ. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ ആഫിയത്തും എല്ലാ സന്തോഷവും നീ കൊടുക്കണേ റബ്ബേ. പക്ഷെ അവിടുത്തെ ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദ് പറയായിരുന്നു, ഉപ്പില്ലെങ്കിലും മുളക് കൂടിപ്പോയാലും വെള്ളം കൂടിപ്പോയാലും ഇവിടുത്തെ ഭക്ഷണം പോരാന്ന് പറഞ്ഞ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നവർക്കാണ് വലിയ അസുഖങ്ങളൊക്കെ വരിക എന്നാണ്. ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഭക്ഷണം പോരാന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉസ്താദ് കാണാതെ മതിലിൻ്റെ അടിയിൽ കൂടെയും ഗില്ലിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇറങ്ങി പോകണമുണ്ടല്ലോ, അവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമെന്നാണ് പറഞ്ഞത്. എനിക്ക് പേടിയായിരുന്നു. ഞാനങ്ങനെ പോകാതെ നിന്നിട്ട് പോലും എനിക്ക് അസുഖം വന്നു. വന്നത് വേറെ അസുഖം, ചെറിയ പ്രായത്തിലുണ്ടായിരുന്നൊരു അസുഖമാണ്. അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ബീവി ഉമ്മ എന്ന മഹദിയുടെ മക്കാമിൻ്റെ മുന്നിൽ ഒരുപാട് രാത്രി നിന്ന് കരഞ്ഞതിന് ശേഷമാണ് അസുഖം മാറിയത്. അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാനൊന്നും പറ്റൂല. ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ ഈ കുടലിൻ്റെ താഴ്ഭാഗത്ത് വലിയ വേദനയായിരുന്നു. അതങ്ങനെയാണ് മാറിയത്. ചെറിയൊരു ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു ആ സമയത്ത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ കറാമത്ത് അധികരിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്ന് കോളേജുകളിൽ അങ്ങനെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഭക്ഷണമൊന്നുമില്ല. ഒരുവിധം മെച്ചപ്പെട്ട ഭക്ഷണമാണ് എല്ലാ ക്യാൻറ്റീനിലും കൊടുക്കുക. പക്ഷേ യമാനിയയുടെ മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് പോരാ എന്ന് മനസ്സിൽ തോന്നിയാൽ ഈ കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ ശബ്ദം ശ്രവിക്കാമെന്ന് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ കുറ്റക്കാരാവൂലേ? അവർ ഇൽമു പഠിക്കുന്ന രാജകുമാരന്മാരല്ലേ? ബഹുമാനപ്പെട്ട ഹമ്മാർ ഉസ്താദ് പറഞ്ഞു, ഞാൻ വരാം. സമ്പന്നം തിരിച്ചു പോയി. പക്ഷെ അന്നായപ്പോൾ മൊഹീദ്ദീനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പോകാൻ സമയമില്ല, എനിക്ക് വേറെ കാര്യമുണ്ട്, നീ തന്നെ വയ്ക്കോ. ഭാഗ്യവാനായിരുന്നു അന്നും. ഭക്ഷണം കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്, ചെറിയ കാര്യമൊന്നുമില്ല. പോയി, അന്നും പോയി ഭക്ഷണം കഴിച്ചു, നല്ല റാഹത്തായി. അപ്പോൾ എന്നാൽ ഇറങ്ങട്ടെ, അസ്സലാമു അലൈക്കും പറഞ്ഞ് മൂപ്പര് ഇറങ്ങിയങ്ങ് പോയി. ഫാത്തി ഓതിയില്ല, ദുആ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. മൂപ്പരുടെ കൂടെ തന്നെ ആരും വന്നു. ആ സമ്പന്നനായ മനുഷ്യന് പുറകെ നടന്നു. ഉസ്താദിനോട് പറഞ്ഞിട്ടെൻ്റെ കാര്യം എന്തൊക്കെയാണ് ഈ പഠിപ്പിച്ച് വയ്ക്കുക? ഒരാൾ ഭക്ഷണം കൊടുത്താൽ ഒരു ദുആയെങ്കിലും ചെയ്യണം, മര്യാദ പഠിപ്പിക്കണ്ടേ? അമ്മാർ ഉസ്താദിൻ്റെ റൂമിലേക്ക് വന്നു. ബഹുമാനപ്പെട്ടവർ പേടിച്ചു പോയി. കാരണം ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ ആൾ മുത്തല്ലിമിൻ്റെ കൂടെ തിരിച്ച് ദറസിലേക്ക് വരികയാണെങ്കിൽ ഉസ്താദിൻ്റെ ജോലി പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അന്നൊക്കെ അമ്മാർ ഉസ്താദ് ചാടി എഴുന്നേറ്റ് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ആ സമയത്ത് ആ പ്രിയപ്പെട്ട വന്നയാൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ട ശിഷ്യൻ്റെ പേരെന്താ? ആ ശിഷ്യൻ വന്ന് ഭക്ഷണമൊക്കെ രുചികരമായിട്ട് കഴിച്ചു, പക്ഷേ
ഉസ്താദേ, ഞങ്ങളൊക്കെ ദുആ പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മളിത് ചെയ്യാം. ഒരു ദുആ നമ്മുടെ വീട്ടിൽ നിന്ന് ചെല്ലിയില്ല, ഒരു ഫാത്തിഹ ഓതിയില്ല, ഒരു അൽഹംദുലില്ലാ പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങളിതൊക്കെ ചെയ്യുക? ഉസ്താദിന് സങ്കടമായി. ഇത്ര സ്നേഹത്തോടു കൂടി ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു അപമര്യാദ കാണിക്കാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? മുഹീദ്ദീനെ ഒരു വിളി വിളിച്ചു. ഓടിയെത്തി. എന്നിട്ട് അമ്മാൽ ഉസ്താദ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് നീ ദുആ ചെയ്യാത്തത്? മുഹീദ്ദീൻ ഷെയ്ഖ് കരയാൻ തുടങ്ങി. ചെറിയ പ്രായമാണ്, ഒരു മുത്തഅല്ലിമാണ്. കരഞ്ഞിട്ട് ഉസ്താദിനോട് പറയാൻ, ഞാൻ ആ വീട്ടിൽ പോയി ഒന്നാമത്തെ ദിവസം ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കണ്ട ഉടനെ തന്നെ എൻ്റെ ഉമ്മ എനിക്ക് ഇത്രയും നല്ല ഭക്ഷണം തന്നിട്ടില്ല അല്ലാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നല്ല ഭക്ഷണം കണ്ടിട്ടില്ല അല്ലാ. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഉസ്താദേ, ആദ്യ സ്തുതിയില് വാതിൽ തുറന്നീരേ, ജന്നത്തിനേഴോളം ബാബു കൊടുത്തീരേ, റളിയല്ലാഹുന അൻ ഗൗസി കുതുബിനാ മുഹീദ്ദീൻ ശൈഖിനാ ഖുദ്നാ ബിഐദീനാ. ഞാൻ ഒന്നാമത്തെ ദിവസം തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിന്റെ 7 കവാടങ്ങൾ എനിക്ക് ഭക്ഷണം കൊണ്ടുവച്ച മനുഷ്യന് വേണ്ടി അല്ലാഹു തുറന്നു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഉസ്താദേ, ഇനി ഈ മനുഷ്യന് ആ കവാടത്തിൽ ഇഷ്ടമുള്ളതിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാ, ആ തുറന്നു വെച്ചിരിക്കുന്ന കവാടത്തിൽ ഇഷ്ടമുള്ളതിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവര്, ഈ പാവപ്പെട്ടവൻ ദാരിദ്ര്യത്തിന്റെ നെരിച്ചുഴി കിടന്ന് പൊട്ടച്ചെറയിൽ പഠിച്ചപ്പോ, ദറസിൽ പഠിച്ചപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ സഹായിച്ചവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അന്നൊരു ഭക്ഷണം കിട്ടുമ്പോൾ, വസ്ത്രം കിട്ടുമ്പോൾ എത്ര സന്തോഷമായിരുന്നെന്നറിയോ? അൽഹംദുലില്ലാഹ്. അതുപോലെ യമാനിയാടെ മുറ്റത്ത് പടച്ചവനെ, ഇനി പുതിയ 40 മക്കൾ വരുമ്പോ അവർക്ക് തിങ്ങി നിറഞ്ഞു കിടക്കാൻ കഴിയില്ല. പൊട്ടച്ചിറ അൻവരി അറബി കോളേജിന്റെ 3ാമത്തെ നിലയിലെ 11ാമത്തെ റൂമില് ഞങ്ങൾ 11 പേരാണ് നിലത്ത് പായ വിരിച്ച് കിടന്നിട്ട് ഇൽമ പഠിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓരോ മക്കൾക്ക് ഓരോ ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്തിനെന്നറിയോ? ആലിമീങ്ങളെ സഹായിക്കുമ്പോഴുള്ള പ്രതിഫലത്തെ തിരിച്ചറിഞ്ഞിട്ടാ, ആലിമീങ്ങളെ സഹായിക്കുമ്പോഴുള്ള പുണ്യത്തെ തിരിച്ചറിഞ്ഞിട്ടാ. എന്റെ വിഷയത്തിന്റെ മറുഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ മുമ്പിലിരിക്കുന്നവരോട് അഭിമാനത്തോടെ ചോദിക്കുകയാ, ഇത് നഷ്ടം വരുന്ന ചോദ്യമല്ല. എന്റെ യമാനിയുടെ മുറ്റത്ത് വന്നവരെ ഇത് നഷ്ടം വരുന്ന ചോദ്യമല്ല. ഇത് നിങ്ങൾക്ക് ഇരുലോകത്തും പ്രതിഫലം കിട്ടുന്ന ചോദ്യമാ. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ് യമാനിയുടെ മക്കൾ, നിങ്ങളുടെ സ്വന്തം മക്കളാണ്. അൽഹംദുലില്ലാഹ്, സമസ്തയുടെ മക്കൾ നമ്മുടെ മക്കളാണ്. ഈ സമസ്ത എന്ന് പറയുന്ന പൂനിലാവ് പോലെ ഉദിച്ചു നിൽക്കുന്ന പ്രകാശത്തിന്റെ കിരണത്തിലൊന്നാണ് യമാനിയായ സഹായിക്കാൻ ഒരു രാത്രിയുടെ യാമത്തിൽ മനസ്സ് കാണിച്ചു എന്നതിന്റെ പേര് വല്ലാത്ത സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, 1,20,000 രൂപ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയപ്പങ്ങളുടെ കയ്യിൽ ഒരു പ്രിയപ്പെട്ട യമാനി കൊണ്ടുവന്ന് കൊടുത്തത് നിങ്ങൾ കണ്ടോ? അവർക്കറിയാ ഞങ്ങൾ പഠിച്ചിറങ്ങിപ്പോയാൽ ഈ സ്ഥാപനത്തിൽ ഒരുപാട് ബാധ്യതകളുണ്ടെന്നറിയാ. ഞങ്ങൾ പഠിച്ചിറങ്ങിപ്പോയിട്ട് ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാനുള്ളവരല്ല, ഞങ്ങൾ ഈ സ്ഥാപനത്തെ സഹായിക്കാനുള്ളവരോ, ഈ സ്ഥാപനത്തിന്റെ നെടുന്തൂണായി മാറാനുള്ളവരാ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട മക്കൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പകുതി വെച്ച് പഠിത്തം നിർത്തി പോലെ പ്രവാസ ലോകത്തെ സഹോദരങ്ങൾ ഉൾപ്പെടെ 1,20,000 രൂപ ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിൽ കൊടുത്തല്ലോ. തങ്ങളത് വാങ്ങി വെച്ചിട്ട് അവിടെ ഇരുന്ന് ദുആ ചെയ്തല്ലോ. എന്നിട്ട് തങ്ങൾ ഈ സദസ്സിലേക്ക് വന്ന് ഈ മൈക്കിലൂടെ ദുആറുന്നല്ലോ. ആ ദുആ പോലെ 1000 നൗസാറുമാക്കളുടെ പ്രാർത്ഥനക്കോ, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒറ്റവരി പോരെ, ഹൈദർലി തങ്ങളുടെ ഒറ്റവരി പോരെ. അവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളെ കരുതുന്നതിനപ്പുറത്തുള്ള മഹത്വത്തിന്റെ ഉടമകളാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 20 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന മനോഹരമായ ഒരു ബിൽഡിംഗിന്റെ നിർമ്മാണത്തിന് വേണ്ടി യമാനിയ സ്ഥാപനം കൊതിയോടെ കാത്തിരിക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്,
ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത് 40,000 രൂപയാണ്. എന്തിനെന്നറിയോ 40,000 ചോദിക്കുന്നത്? ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 40 സ്വാലിഹീങ്ങൾ ആ മനുഷ്യന്റെ നന്മ പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഖബറിന്റെ കത്ത് പിന്നെ കരയേണ്ടി വരൂല എന്നാണ്. അൽഹംദുലില്ലാഹ്, ഇത് പിരിവിന് വേണ്ടിയുള്ള ഒരു തന്ത്രമായി കരുതല്ലേ. ഇത് യമാനിയാക്ക് പൈസ ഒരുപാട് ഉണ്ടാക്കി കൊടുത്ത് കമ്മീഷൻ ദിവസയിൽ എനിക്ക് ഇവിടുന്ന് പണം കൊണ്ടുപോകാനല്ല. നമ്മളൊക്കെ മരണപ്പെടുമ്പോ രക്തസാക്ഷി മണ്ഡപം കെട്ടുന്നത് പോലെ ഈ സ്ഥാപനങ്ങൾ നമ്മുടെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. എല്ലാം കളഞ്ഞ് പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ ഈ സ്ഥാപനങ്ങൾ നമ്മുടെ അടയാളങ്ങളായി നിലയുറക്കട്ടെ. അടക്കപ്പെട്ട് കഴിഞ്ഞാൽ 1-ാമത്തെ ദിവസം മുതൽ ആദ്യത്തെ 40 ദിവസമാണ് ഖബറിന്റെ കത്ത് അദാബിന്റെ പെരുമ്പറ മുഴക്ക്. ആദ്യത്തെ 40 ദിവസം വല്ലാത്ത ഭയാനകരമായ ദിവസങ്ങളാ. അടക്കം ചെയ്തു കഴിഞ്ഞാ ആദ്യത്തെ 40 ദിവസം ഭയാനകരമായ ദിവസങ്ങളാ. അത് പേടിക്കേണ്ട ദിവസമാ, അത് ഭയപ്പെടേണ്ട സമയമാ. ആ ഭയാനകരമായ 40 ദിവസത്തെ സുരക്ഷിതത്വത്തിന് വേണ്ടി സ്വാലിഹീങ്ങളും ആലിമീങ്ങളും സയ്യിദന്മാരുമായ 40 മഹത്തുക്കൾ മദ്ഹ് പറയാൻ വേണ്ടി അൽഹംദുലില്ലാഹ് അറിവിന്റെ നിറകുടങ്ങൾ ഒരുപാട് ചുരുന്നു കിടക്കുന്ന യമാനിയാട് മുറ്റത്ത്, ഒരുപാട് അത്ഭുതങ്ങളുള്ള പ്രാർത്ഥന നടക്കുന്ന മുറ്റത്ത്, ഒരുപാട് അറിവിന്റെ സാഗരങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മുറ്റത്ത് അൽഹംദുലില്ലാഹ് നൗസാദ് ബാഖവിയുടെ ചോദ്യത്തിന് മറുപടിയായി 1-ാമത്തെ 40,000 പറയുന്നവരാരാ? അല്ലാഹുവേ, ആര് പറഞ്ഞാലും നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഒരു മുത്തഅല്ലിമിന് കിടക്കാനും ഉണ്ണാനും ഉറങ്ങാനും പഠിക്കാനും വളരാനുമുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ്. ശംസുൽ ഉലമയെ മനസ്സിൽ കരുതി, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖത്ത് മനസ്സിൽ കരുതിയിട്ട് അല്ലാഹുവേ, ഈ അടുത്ത സമയത്ത് ഇവിടെ പറഞ്ഞു പോയ സൈനുൽ ഉലമയെ മനസ്സിൽ കരുതിയിട്ട് 1-ാമത്തെ ആൾ എഴുന്നേറ്റ് നിൽക്കുക, 1-ാമത്തെ ഭാഗ്യവാൻ എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹുവേ, പടച്ചവനെ ആരെഴുന്നേറ്റാൽ അവര് മരണപ്പെടുമ്പോ 40-ലധികം സ്വാലിഹീങ്ങൾ അവരുടെ മദ്ഹ് പറയുന്ന അവസ്ഥ നീ കൊടുക്കണേ അല്ലാ. 1-ാമത്തെ ആളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ എഴുന്നേറ്റ് നിന്നേ. ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ വന്നതിന് സാക്ഷിയായി 40,000-ന്റെ 1-ാമത്തെ ആൾ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പെരിങ്ങത്തൂർ മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, കുറുവാളി മമ്മു ഹാജി, അൽഹംദുലില്ലാഹ് 50,000 രൂപ. CA കുഞ്ഞമ്മദ് ഹാജി 2-ാമത്തെ ആള് 50,000 രൂപ. കുലു തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറയുക. പടച്ചവനെ മമ്മു ഹാജിയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ കുഞ്ഞമ്മദ് ഹാജിയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. 50,000 രൂപ വീതം ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സദഖ ചെയ്ത ആ പ്രിയപ്പെട്ടവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മഹാന്മാരുടെ ഗുരുത്വം കൊടുക്കണേ അല്ലാ, പൊരുത്തം കൊടുക്കണേ അല്ലാ, ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ആര് പറയുന്നുവോ അവർക്കൊരിക്കലും ഒരു നഷ്ടവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു ദാരിദ്ര്യവും നീ കൊടുക്കരുത് അല്ലാ. കരുണ കടലാറെ പടച്ചവനെ എല്ലാ ഖൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. 50,000 രൂപ വീതം പറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് എല്ലാ കാര്യങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. 40,000 പറയുന്ന 3-ാമത്തെ ആളുണ്ടോ? പടച്ചവനെ, ആര് പറഞ്ഞാലും ഖബറിന്റെ ഇടങ്ങേറുകൾ കൊടുക്കല്ല തമ്പുരാനെ, ആപത്തുകളും മുസീബത്തുകളും കൊടുക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗ്ഗാരാമത്തിന്റെ ബറക്കത്തും ഐശ്വര്യവും ആ പ്രിയപ്പെട്ടവർക്ക് എന്നും എപ്പോഴും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ, നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഒരാളുകൂടി ബറക്കത്തോടുകൂടി പറയുക, സന്തോഷത്തോടെ ഒരാളുകൂടി പറയുക. 3-ാമതൊരാൾ യമാനിയാട് മുറ്റത്തിരുന്നുകൊണ്ട് 40,000-ന് പറയുക, അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് 40,000 ആര് നിയ്യത്ത് ചെയ്താലും അവർക്ക് എല്ലാ നേട്ടവും കൊടുക്കണേ അല്ലാ. 3-ാമത്തെ ആളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൻ്റെ അടുത്ത വീട്ടുകാരനാണ്. ഉപ്പ മരണപ്പെട്ടു പോയി, ഉമ്മമ്പറയ്ക്ക് പോകുന്നു. അവർക്ക് വേണ്ടിയാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ ആസാദ് കൊടുവള്ളി ഒരു സഹോദരൻ എന്നോടൊരു കാര്യമെന്ന് വിളിച്ചു പറഞ്ഞു. ഉപ്പ മരണപ്പെട്ടു പോയ ഒരു പ്രിയപ്പെട്ട മകൻ 6 വയസ്സേ ആയിട്ടുള്ളൂ. ആ മകനെ ഹാഫിളാക്കണമെന്നുമ്മാടെ ആഗ്രഹം.
ഉപ്പയെ കണ്ട് കൊതി തീരാത്ത ആ 6 വയസ്സുള്ള മകൻ എനിക്കുപ്പാൻ്റെ കൂടെ പോകണം, അവനറിയില്ലല്ലോ, എനിക്കുപ്പാൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് മണ്ണെണ്ണ എടുത്ത് കുടിക്കുകയാണ്, മരിക്കാൻ പോവുകയാണ്, എനിക്കുപ്പയെ കാണണമെന്ന് പറഞ്ഞ് രാത്രി കരയാണ്. ആ ഉമ്മാക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 6 വയസ്സല്ലേ ഉള്ളൂ, ഉപ്പാൻ്റെ കൂടെ പോകണം, എനിക്കുപ്പായെ കാണണം എന്ന് പറഞ്ഞ് കരയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ യതീമീങ്ങളാക്കാതിരിക്കുമാറാകട്ടെ. അനാഥരുടെ സങ്കടം അള്ളാഹുവേ അവരുടെ കണ്ണീര് വീഴുന്നതിന് മുമ്പ് അവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഉമ്മ ഉംറയ്ക്ക് പോകുന്നു, വാപ്പ മരണപ്പെട്ടു പോയി. 40,000 രൂപ വാപ്പയുടെ ഖബറിലേക്ക് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൊമ്പൻ ഉമ്മർ സാഹിബ് 4ാമതായിട്ട് 50,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറയുക. മുത്തഅല്ലിമീങ്ങളെ, ഹാഫിളീങ്ങളെ, ആലിമീങ്ങളെ, സാധാരണക്കാരെ നല്ല മനസ്സോടെ ആമീൻ പറയുക. ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഈ സ്ഥാപനത്തിന്റെ ബറക്കത്തും പൊരുത്തവും നമുക്ക് ലഭിക്കട്ടെ. അല്ലാഹുവേ, ഈ സ്റ്റേജിൽ കയറി വന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഉപ്പയുടെ ഖബർ സ്വർഗത്തിന്റെ കൊട്ടാരമാക്കണേ തമ്പുരാനെ. ആ ഖബർ വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗീയാരാമമാക്കി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, കൊമ്പൻ ഉമർ സാഹിബ് 50,000 രൂപ പറഞ്ഞു. നാരാ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മായെ നീ അനുഗ്രഹിക്കണേ അല്ലാ, എല്ലാ പദവികളും എത്തിക്കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ആ സഹോദരന്റെ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ, സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ, നീ തുറന്നു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഈ പറഞ്ഞ 4 ആളുകളെയും നീ സഹായിക്കണേ തമ്പുരാനെ. എന്താഗ്രഹങ്ങളാണ് ഇവിടെ മനസ്സിലുള്ളത്? യമാനിയ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് വന്ന് പറഞ്ഞ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാ, നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന സ്വതക പറഞ്ഞ സഹോദരന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉംറയ്ക്ക് പോകുകയാണ്. അല്ലാഹുവേ, ഒരു തടസ്സവും കൂടാതെ പൂർണ്ണമായ സന്തോഷത്തോടെ ആ ഉംറ നിർവഹിക്കുന്നതിനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് ഒരു 10 ചാക്ക് സിമന്റ് വെച്ച് പറയണം കുറേ ആളുകൾ. 600 ചാക്ക് സിമന്റ് നമുക്ക് വേണം. സിമന്റിന് വേണ്ടി യമാനിയാടെ ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് പുറത്തുപോയി വാങ്ങുന്ന ഒരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. 3 സലാത്ത് ചൊല്ലി നിങ്ങളെ ഞാൻ ക്ഷണിക്കാൻ. ഇൻഷാ അല്ലാഹ് വളരെ വേഗം പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവേ, 10 ചാക്ക് സിമന്റ് യമാനിയ സ്ഥാപനത്തിന്റെ ഇനി കിട്ടുന്ന ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറയുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, അവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ, അവർക്ക് എല്ലാ നന്മകളും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് നൗഷാദ് മുക്കം എഴുതിക്കോ. യമാനി നൗഷാദ് മുക്കം 10 ചാക്ക് സിമന്റ്. കുലു തക്ബീർ. അടുത്ത ആളാരാ? അബ്ദുൽ ഖാദർ കയ്യേരി. കുലു തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. വേഗം എഴുതിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, 10 ചാക്ക് സിമന്റ് പറഞ്ഞ നൗഷാദ് എന്ന കൂട്ടുകാരനെ സഹായിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ തമ്പുരാനെ, അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ സദസ്സിൽ നിന്ന് 2ാമത് പറഞ്ഞ അബ്ദുൽ ഖാദർ എന്ന സഹോദരനെ അല്ലാഹുവേ, യമാനിയുടെ പുതിയ സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ആ 10 ചാക്ക് സിമന്റ് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വേഗം പറയുക. അടുത്ത ആളാരാണ് തമ്പുരാനെ? സഹോദരിമാരുടെ ഭാഗത്തേക്ക് എന്റെ വോളണ്ടിയേഴ്സ് ഒന്ന് വേഗം കടന്നു ചെല്ലുക. അല്ലാഹുവേ, എത്ര സഹോദരിമാര് പറയുന്നവോ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരു 10 ചാക്ക് സിമന്റ് യമാനിയ സ്ഥാപനത്തിന് വേണ്ടി നല്ല മനസ്സോടെ മാറ്റിവെച്ചാൽ അല്ലാഹുവേ, അവർക്ക് എല്ലാ നേട്ടങ്ങളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. 3ാമത്തെ ആള് കുലു തക്ബീർ. അല്ലാഹുവേ, നീ അവരെ സഹായിക്കണേ പടച്ചവനെ. ആ സഹോദരന്റെ സമ്പത്ത് അധികരിപ്പിക്കണേ റഹ്മാനെ. ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആര് പറഞ്ഞാലും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. 4ാമത്തെ ആള് കുലു തക്ബീർ. അല്ലാഹുവേ, 4ാമത് 10 ചാക്ക് സിമന്റ് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന് ഈ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. 5ാമത്തെ ആള് കുലു തക്ബീർ.
ആറാമത്തെ ആള് ഖുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. സഹോദരിമാരുടെ ഭാഗത്ത് വേഗം ചൊല്ലുക. അല്ലാഹുവേ, 6 ആളുകൾ ഇതുവരെ 10 പാക്കറ്റ് സിമന്റ് വെച്ച് പറഞ്ഞു. 7ാമത്തെ ആൾ പറഞ്ഞു ഖുലൂ തക്ബീർ. എന്റെ സഹോദരങ്ങളെ, ഇൽമിന്റെ കൊട്ടാരത്തിന് വേണ്ടിയുള്ള അടയാളപ്പെടുത്തലാണ്. വേഗം വേഗം പറയുക. അല്ലാഹുവേ, നീ സഹായിക്കണേ റഹ്മാനെ, ഖൈറും ബറക്കത്തും കൊടുക്കണേ തമ്പുരാനെ. അതാ 8ാമത്തെ ആൾ പറഞ്ഞു ഖുലൂ തക്ബീർ. പടച്ചവനെ, 8 ആളുകൾ പറഞ്ഞു 10 പാക്കറ്റ് സിമന്റ് വെച്ച് നീ എല്ലാ ബറക്കത്ത് കൊടുക്കണേ. 9ാമത്തെ ആൾ പറഞ്ഞു, 10ാമത്തെ ആൾ പറഞ്ഞു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, 10 ചാക്ക് സിമന്റ് വെച്ച് 10 ആളുകളാണ് യമാനി ആ സ്ഥാപനത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവേ, നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ. എല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ഓസി ഉസ്മാൻ ഒപി ഹുസൻ 10 ചാക്ക് സിമന്റ്. ഫാസിൽ യമാനിയുടെ കുട്ടി 10 ചാക്ക് സിമന്റ്. അഷ്റഫ് കൊടുവള്ളി, ഈ കുട്ടിയുടെ ഉപ്പയാണ് 25 ചാക്ക് സിമന്റ്. ഖുലൂ തക്ബീർ. ഷറഫുദ്ദീൻ കൊടുവള്ളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നു. ഇതുപോലെ പലതുള്ളി പെരുവെള്ളമായിട്ടാണ് പടച്ചവനെ ഈ മനോഹരമായ സ്ഥാപനം ഇവിടെ കെട്ടി ഉയർത്തിയത്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. അല്ലാഹു ഇവിടെ നടക്കുന്നത് യഥാർത്ഥ ഭാരനീതി നടക്കുന്നത് യമാനയിലാണ്, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലാണ്. അവർക്ക് കൊടുക്കുന്നത് ഇൽമാണ്, അവർക്ക് കൊടുക്കുന്ന അദബാണ്, അവർക്ക് കൊടുക്കുന്നത് ഖുർആനാണ്. അല്ലാഹുവേ, നീ സഹായിക്കണേ റഹ്മാനെ. എങ്കെ ഉമർ മൗലവി, മുഹമ്മദ് മൗലവി 10 ചാക്ക് സിമന്റ്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഖത്തറിലുള്ള റഷീദ് എന്ന് പറയുന്ന സഹോദരൻ, റഷീദ് യമാനിയുടെ സുഹൃത്ത്, 3 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ജനറേറ്റർ നമ്മുടെ ഈ സ്ഥാപനത്തിന് തന്ന സഹോദരനാണ്. അൽഹംദുലില്ലാ. അദ്ദേഹം ഒരു മാസം 10,000 വെച്ച് 12 മാസം ഓരോ ദിവസത്തെ ചിലവ്. ഈ സ്ഥാപനത്തിന് ഒരു ദിവസം നടന്നു പോകണമെങ്കിൽ 10,000 രൂപയുടെ ചിലവുണ്ട്. ഒരു മാസത്തെ ഒരു ദിവസത്തെ ചിലവ് അദ്ദേഹത്തിൻ്റെ പേരിൽ. ഇത്രയും മക്കൾ ഭക്ഷണം കഴിക്കുന്ന, ഇത്രയും മക്കൾ ഇബാദത്ത് ചെയ്യുന്ന, ഇത്രയും മക്കൾ ഇൽമു പഠിക്കുന്ന പുണ്യം ഒരാൾക്ക് ഒരു ദിവസത്തെ ചിലവ്. ഒരു സ്ത്രീ. അൽഹംദുലില്ലാ. അല്ലാഹുവേ, പടച്ചവനെ, റഷീദ് യമാനിയുടെ ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആർബി ഇല്യാസ് ദാരിമി 10 ചാക്ക് സിമന്റ്. ഖുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇങ്ങനെ തന്നെയാണ് ഇൽമിന്റെ കൊട്ടാരങ്ങൾ പണികഴിപ്പിക്കുക. ഈ പറയുന്ന മുഴുവൻ സഹോദരങ്ങളെ സഹായിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്തേക്ക് എന്റെ മുത്തഅലിമീങ്ങൾ കടന്നു ചെല്ലുക. പെങ്ങളെ, നിങ്ങളുടെ ശരീരത്തിണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണം യമാനിയാക്ക് വേണ്ടി മാറ്റിവെക്കാൻ, നമ്മുടെ മക്കൾക്കല്ല, നമ്മുടെ കുടുംബത്തിനല്ല, അല്ലാഹുവിന്റെ ഇൽമിന് വേണ്ടി മാറ്റിവെക്കാൻ മനസ്സ് ആര് കാണിക്കുന്നുവോ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മകൾക്ക് എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടിയും ഇഹപര വിജയത്തിന് വേണ്ടിയും 10,000 രൂപ അൽഹംദുലില്ലാ ഒരു സഹോദരൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, ആ സഹോദരന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ തമ്പുരാനെ.